أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وقلنا إن شر الدواب كفرهم لا يؤمنون. الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون. فإنا تثقفنهم في الحرب فشرد بهم خلهم عنهم يذكرون. وإما تخافن من قوم خيانة فأنبذ إليهم على سواء إن الله لا يحب الخائنين. ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون. وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم
وأنتم لا تظلمون وإن جنحوا للسلم فاجنح لها وتوكل على الله إنه هو السميع العليم صدق الله. وإذ زين لهم الشيطان أعمالهم. പിശാച് അവർക്ക് അവരുടെ പ്രവൃത്തികൾ സുന്ദരമായി കാണിച്ചപ്പോൾ പല ഗാലിബലക്കും, മാത്രവുമല്ല അവൻ പറഞ്ഞു, നിങ്ങളെ ജയിക്കാൻ ഇന്ന് ആരുമില്ല. ലാ ഗാലിബലക്കുമുൽ യൗമ, ഇന്നേ ദിവസം നിങ്ങളെ ജയിക്കാൻ ആരുമില്ല. മിനന്നാസി, ജനങ്ങളിൽ നിന്ന് തന്നെ ആരുമില്ല. വ ഇന്നി ജാറുൻ ലക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കൂട്ടുകാരനായി ഞാൻ ഉണ്ടാകും. ഫലമ്മ തറാഅത്തിൽ ഫിഅതാനി, രണ്ടു വിഭാഗവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നഖസ അല അഖ്ബൈഹി, അവന്റെ മടമ്പുകൾക്കുമേൽ ചാടി പിന്നോട്ട് പോയി. വഖാല, അവൻ പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, ഞാനിതാ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഇന്നി അറാ മാ ലാ തറൗന, ഞാൻ നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ കാണുന്നു. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കടുത്ത ശിക്ഷകനാകുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ തവണ വിശദീകരിച്ചു. അതായത് പിശാച് ബദറിൽ അള്ളാഹുവിന്റെ പ്രവാചകനെതിരായി ശത്രുക്കളെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ അവൻ പിന്നെ സുറാഖത്ത് ബിൻ മാലിക് എന്ന ഖുറൈശി ഗോത്രത്തിന്റെ നേതാവായി അവിടെ എത്തി. ആ ഗോത്രവുമായി മറ്റുള്ളവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹൃതമാകുമോ എന്ന് ഭയന്നു നിൽക്കുമ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ അയാൾ എത്തുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആ രീതിയിൽ ഒരു സൈന്യത്തെ തന്നെ അവൻ ഒരുക്കി വെക്കുകയും ചെയ്തു. അതാണ് വഇദ് സയ്യന ലഹും ശൈത്താനു അഅമാലുഹും, ഇവർ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവർക്ക് വേണ്ട ബോധനം നൽകി, ദുർബോധനം നൽകി, അവർക്കത് സുന്ദരമാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു, സീനത്ത് എന്നതിന് എന്തേ ഉള്ളൂ, അടിസ്ഥാനപരമായി അതിന് സ്ഥായി ഭാവമില്ല. സീനത്ത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ്. സൗന്ദര്യം എപ്പോഴും എന്താവും, നീങ്ങിപ്പോവും, അലങ്കാരം മാത്രമാണ്. അങ്ങനെ അലങ്കാരം ചെയ്തു കൊടുത്തു. മാത്രവുമല്ല വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പരാജയവും ഉണ്ടാവൂല എന്ന് പറയുകയും ചെയ്തു. അവർക്കൊരു പരാജയവും സംഭവിക്കുകയില്ല എന്നായിരുന്നു ഇബ്ലീസ് അവരെ ബോധ്യപ്പെടുത്തിയത്. ഫലമ്മ തറാഅത്തിൽ ഫിഅതാൻ, പക്ഷെ രണ്ട് വിഭാഗവും കണ്ടുമുട്ടിയ സന്ദർഭമായപ്പോൾ, അതായത് ബദറിലേക്ക് എത്തിയപ്പോ നഖസ അല അഖ്ബൈഹി, രണ്ട് മടമ്പുകൾക്ക് മേൽ പിന്നോട്ട് ചാടുകയായിരുന്നു അവൻ. എന്ന് പറഞ്ഞാൽ അവൻ പിന്നോട്ട് ഓടാൻ നോക്കി. വഖാല ഇന്നി ബരീഉം മിൻകും, അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോ നിങ്ങളിൽ നിന്ന് ഒഴിയുകയാണ്. ഇന്നി അറാ മാ ലാ തറൗന, ഞാൻ നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ കാണുന്നു. ഇന്നി അഖാഫുല്ലാഹ്, കാരണം ഞാൻ നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം മലക്കുകൾ വന്നിരിക്കുന്നു എന്ന് അവൻ കണ്ടു. അതായത് അള്ളാഹു ഒരുങ്ങി തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്, ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു ആരാണ്, കടുത്ത ശിക്ഷകനാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച തന്നെയാണ്, അതായത് പടച്ചവനെ പേടിക്കുന്ന കാര്യത്തിൽ ആർക്ക് തർക്കമില്ല, ശൈത്താന് തർക്കമില്ല. അവൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്നർത്ഥം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിനു നേരെ അല്ല ഇബ്ലീസ് എന്ത് ചെയ്തത്, ദേഷ്യപ്പെട്ടത്. മറിച്ച് അള്ളാഹു പറഞ്ഞ ആദരിക്കാൻ ആവശ്യപ്പെട്ട ഒരാൾക്ക് നേരെയാണ് ഇബ്ലീസിന് എന്തുണ്ടായത്. ഒന്ന് ഇബ്ലീസിന്റെ അസൂയയും മറ്റൊന്ന് ഇബ്ലീസിന്റെ കിബറുമായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കാൻ പറ്റാതെ പോയത്. ഈ കിബർ മഹാരോഗമാണ്. അത് വന്നാൽ ഏതാണ്ട് 8ഓളം വലിയ പാപങ്ങൾ വരുമെന്ന് സയ്യിദ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയും. അതുകൊണ്ടാണല്ലോ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങി ഏത് ഖുർആന്റെ ഏത് ആയത്തും തുടങ്ങുമ്പോൾ അത് തുടങ്ങണം അല്ലേ. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്തഈദ് ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ കാവൽ തേടണം. അത് കഴിഞ്ഞ് ഈ ഖുർആൻ അവസാനിപ്പിക്കുമ്പോഴോ സകല അസൂയക്കാരിൽ നിന്നും
സകലമാന ദുർമന്ത്രവാദികളിൽ നിന്നും സഹായം ചോദിക്കുന്നതാണ് നമ്മുടെ ദുആ അല്ലെ. അതായത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അതിനു മുമ്പ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി ഹാസിദിൻ അല്ലെ. ഹാസിദ് കണ്ടോ, എല്ലാ അസൂയക്കാരന്റെ ഷെറിൽ നിന്നും നമ്മൾ കാവൽ തേടുന്നു, എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും കാവൽ തേടുന്നു. വസ്വാസ്, ഈ വസ്വാസ് എന്ന് പറഞ്ഞാല് ഒരുതരം വസ്വാസ് ഉണ്ടാവും. ചിലർ ഒതു കൊടുത്തിട്ട് പിന്നെയും പോയി ഒതു കൊടുക്കും അല്ലെ. ചിലർ കുറെ നേരം പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. എന്താണത്? അതൊരു വസ്വാസാണ്. വെള്ളവാസം അങ്ങനെ പലതിലും വസ്വാസം ഉണ്ടാവും. ചിലർക്ക് പിന്നെ മൂത്രമൊഴിച്ചിട്ട് പിന്നെയും മൂത്രമൊഴിക്കണം തോന്നും, അതൊരു വസ്വാസാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെ ഇതിനൊക്കെ കാരണം കാണുന്നത് നമ്മൾ എന്തിനാണ് അവസാനം? എനിക്കത് മൂത്രമൊഴിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാത്തത് ചിലർ പറയാറില്ലേ. അപ്പൊ എവിടെയാണ് അവസാനിപ്പിക്കാതെ? നമസ്കാരം ഒഴിവാക്കപ്പെടുന്നു. വുളൂ ശരിയാക്കൽ, വുളൂവിന് വേണ്ടി കുറെ പിന്നെ വെള്ളം ഒഴിച്ചു കളയുന്നു. ചിലരുണ്ട് നിസ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ വസ്വാസനിക്കും. അല്ലാഹു പിന്നെ ഇങ്ങനെ കുറെ നേരം കാണിക്കണം. എന്താ അത്? അതൊരു തരം വസ്വാസാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്ത് മതി? നമ്മുടെ നിയ്യത്ത് വെച്ച് കൃത്യമായിട്ട് ആ നിയ്യത്ത് തുടരുന്ന വിധം തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് എത്തുക. അത്രേ വേണ്ടുള്ളൂ. നിയ്യത്തും തക്ബീറുൽ ഇഹ്റാമും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം അല്ലെ. നിയ്യത്ത് കഴിഞ്ഞ് കുറെ രംഗം നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താവൂല? നമസ്കാരം ശരിയാവൂല. അത് രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. അതായത് ഉസല്ലി ഫർള സ്വലാത്തുൽ ദുഹർ എന്ന് പറഞ്ഞ് ദുഹർ എന്ന ഫർള നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു തീരുന്നതും തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധമുണ്ടാവും. കുറച്ചുകൂടി കൂടുതൽ കടന്നാൽ ഫുഖഹാക്കൾ പറയും ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആ മുതൽ അല്ലാഹു റാ മുതൽ അവസാനിക്കുന്നതുവരെ ഈ നിയ്യത്തുമായി ഇങ്ങനൊരു നിരന്തരമായ ബന്ധം ഉണ്ടാവുന്നതാണ്. ആ നിയ്യത്ത് മനസ്സിലൂടെ സഞ്ചരിക്കണം. നീ നാളെ അതൊരു വസ്വാസാക്കണ്ട കേട്ടോ. നീ അത് നടക്കൂലെന്ന് തോന്നുന്നില്ലേ? അല്ലോ ശരിയായില്ല, അല്ലോ അതിങ്ങനെ കൊണ്ടെടുക്കില്ല. അപ്പോ അതിനാണ് ഹവാസായ ആലിമീങ്ങൾ അത്തരത്തിലുള്ള പിന്നെ ആളുകൾക്കൊക്കെ അത് വേണ്ടതാണെന്നും സാധാരണക്കാരനാണെങ്കിൽ ബന്ധം, അതായത് ആ കണക്ഷൻ എത്തിച്ചാൽ മതിയെന്നും ഫുഖഹാക്കൾ പറയാൻ കാരണം ഇവരതുമിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഇത് നിസ്കാരം തന്നെ ഉണ്ടാവില്ല. അപ്പോ പക്ഷെ അത് ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യണം. അതായത് ആ പിന്നെ നിയ്യത്തിനോട് ഒത്തു തന്നെ തക്ബീറത്തുൽ ഇഹ്റാം വരണം. തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും തമ്മിലൊരു ചെറിയ വ്യത്യാസം, അങ്ങനെ വിടവുണ്ടാവാൻ പാടില്ല. അത് രണ്ടും കൂടി ഒത്തുപോകണം. അങ്ങനെ തന്നെയല്ലേ? ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ മുതൽ വസ്വാസ് തുടങ്ങി കഴിയും അല്ലെ? അങ്ങനെ തന്നെയല്ല ചെയ്ത് അല്ലെ? അതായത് നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കണക്ട് ചെയ്ത് പോകണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു വസ്വാസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ വസ്വാസൊക്കെയും പിശാചാണ്, എല്ലാം ശൈത്താനാണ്. അപ്പോ അവസാനം നമ്മൾ അങ്ങനെ ദ്വാരക്കുന്നു, പടച്ചോനെ ഈ അസൂയക്കാരന്റെ അസൂയയിൽ നിന്നും ബോധനം നടത്തുന്ന ബോധനക്കാരനൊക്കെ നീ രക്ഷപ്പെടുത്തേണമെന്ന് ദ്വാരക്കുന്നു. എന്താ കാര്യം? ഈ അസൂയ ലോകത്തെ എല്ലാ തിന്മയുടെയും വല്ലിപ്പയാണ്. അസൂയാണ് ഇബ്ലീസിനെ തെറ്റിച്ചത്. ഏതസൂയ? ആദമിന് അത്രമേൽ വലിപ്പമുണ്ടോ എന്നേക്കാൾ എന്ന അസൂയയാണ് ആരും തെറ്റിച്ചത്. അസൂയ വന്ന അടുത്ത പണി എന്തായിരിക്കും? കിബ്റാണ്. കിബ്റു. അതാണ് അബ്ബാ വസ്തക്ബറാന്ന് പറഞ്ഞത്. കിബ്റു. കിബ്റു വന്ന പിന്നെ എല്ലാ ദോഷവും അതിന്റെ പിന്നാലെ വരും. കാരണം പിന്നെ ഒരാളെ ആദരിക്കാൻ കഴിയില്ല, ഒരാളെ കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, തന്റെ ശത്രുവിനെ എവിടെ വെച്ച് എങ്ങനെ കീഴ്പ്പെടുത്തണം അതിനൊക്കെ എന്ത് അന്യായവും ചെയ്യും, അപ്പൊ അനീതി ചെയ്യും, അവനെതിരായ എന്ത് ദോഷവും പറയും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ കിബർ നമ്മളെങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ആരുടേതാണ് ആ സാധനം? ഇബ്ലീസിന്റേതാണ്. ഇബ്ലീസ് എന്തേ ചെയ്തത്? സ്വന്തം ഉസ്താദ് കൂടിയായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയാണ് കിബർ കാണിച്ചത്. ആ ഒറ്റ കാരണമാണ് ഇബ്ലീസിന്റെ പ്രശ്നം. അല്ലാതെ ഇബ്ലീസ് ആരല്ല? പടച്ചവനെ നിഷേധിച്ചിട്ടേയില്ല. അതാണല്ലോ ഇവിടെ പറഞ്ഞു ഇനി അഖാഫുല്ലാ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പോലെ ആവണ്ടേ?
അതായത് ഒരു വിശ്വാസിയല്ലേ അങ്ങനെ പറയാ, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാകുന്ന ഉടമസ്ഥനായ അല്ലാഹുവിനെ ഭയക്കുന്നു. അല്ലേ? കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ഉക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പിശാചിന്റെ ഉദാഹരണം പോലെ അവൻ മനുഷ്യനോട് പറയും, നീ കാഫിറാകണമെന്ന്. എന്നിട്ട് മനുഷ്യൻ കാഫിറായാലോ ഞാൻ ഇവന്റെ പരിപാലകനാകുന്ന പടച്ചതമ്പുരാനെ ഭയക്കുന്നു. അപ്പോ അള്ളാഹുവിനെ പേടിക്കാത്തതോ അള്ളാഹുവിനെ അനുസരിക്കാത്തതിൽ ആരാധനകൾ ചെയ്യാത്തതോ അല്ല പ്രശ്നം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ആളെ ആദരിക്കാതിരുന്നതാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. അതായത് ഇവിടെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി ശത്രുക്കൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുകയായിരുന്നു ഇബ്ലീസ്. പക്ഷേ ഇബ്ലീസിനറിയാം മലക്കുകൾ വന്നാൽ എന്താവും ഗതിയും. അതുകൊണ്ടാണ് ഇന്നിയാറാമാല കറൗന, നിങ്ങൾ കാണാത്ത ചില സംഭവങ്ങൾ ഞാൻ കണ്ടു. വിടറവേ കൈ ഇങ്ങനെ വെടിക്കാതെ ഇബ്ലീസ് ഇങ്ങനെ പിടിച്ച്, പിന്നെ ശത്രുക്കൾ കൈ പിടിച്ച് നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, വിട് ഇനി ബരീഉം മിൻകും, ഞാൻ പോവാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇനി ആറാമാല കറൗന ഇപ്പൊ പറയാൻ ഞാൻ തയ്യാറല്ല, പക്ഷെ ഞാൻ ചില സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന സംഭവം മോശവും. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു. ഇന്നി അഖാഫുല്ലാഹ വല്ലാഹു ശദീദുൽ ഇഖാബ്. അപ്പൊ ശൈത്താന്റെ സ്വഭാവമാണ് അല്ലെ, എവിടെയും വെച്ചവൻ ഒഴിയും, തക്കം നോക്കി ഒഴിയും. ആര്? ശൈത്താൻ. അത് ഈ മനുഷ്യന്മാരുടെ ശൈത്താന്മാർ അങ്ങനെ തന്നെയാണ്. ശൈത്താന്മാര് എന്ന് പറഞ്ഞവർക്ക് വേറൊരു സംഭവം പറയാം, പിഴപ്പിക്കുന്നവരൊക്കെ ശൈത്താന്മാരാണ്. പിഴപ്പിക്കുന്നവരൊക്കെ അതുകൊണ്ടല്ലേ, അതായത് ശയാത്തീനുൽ ജിന്നി വൽ ഇൻസ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ശൈത്താന്മാര്, ജിന്നികളുടെ കൂട്ടത്തിലുണ്ട്. വർഗപരമായി ശൈത്താൻ ആരുടെ കൂട്ടത്തിൽപ്പെട്ടാണ്? ജിന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട. പക്ഷെ അതേ സ്വഭാവം കാണിക്കുന്നവരാരുണ്ടാവും? മനുഷ്യരുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഈ സഹവാസത്തിന് വലിയ വലിപ്പം കൊടുത്തത്. നിങ്ങൾ ആരോട് സഹവസിക്കണം? നല്ലവരോട് സഹവസിക്കണം. നല്ലവരോട് സഹവസിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയപ്പെടുന്ന ദോഷങ്ങളൊക്കെ വരും. അതുകൊണ്ട് അവസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വല്ലശീ യുരീദൂന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനതൽ ഹയാത്തിദ് ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. ആ സഹവാസം. വസ്ബിർ നഫ്സക, അങ്ങയുടെ മനസ്സിനെ അങ്ങ് പിടിച്ചു നിർത്തണം. മഅല്ലദീന യദ്ഊന റബ്ബഹും, ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളോടൊപ്പം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു? പ്രഭാതത്തിലും പ്രദോഷത്തിലും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യുരീദൂന വജ്ഹഹു, അവന്റെ തൃപ്തിയെ മാത്രം കാക്ഷിച്ചതിന്റെ പേരിൽ. ഭൂമിയിലെ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾക്കും വേണ്ടിയല്ല, മറിച്ച് ഉടമസ്ഥനായ തമ്പുരാന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചതിന്റെ പേരിൽ. യുരീദൂന വജ്ഹ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഏതൊരു മനുഷ്യന്റെ ഹൃദയങ്ങളെയാണോ നാം മാറ്റിക്കളഞ്ഞത്, അത്തരം ആളുകളെ നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്, അങ്ങനെയുള്ളവരോട് കൂടെ കൂടരുത് എന്നാണ്. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ഏതൊരുത്തന്റെ ഹൃദയത്തെയാണോ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് നാം മാറ്റിക്കളഞ്ഞത്, നാം അശ്രദ്ധമാക്കിയത്, അവനെ നബിയെ അങ്ങ് തുടരരുത്. എന്തേ അവന്റെ പ്രത്യേകത? വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു, സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവനാണവൻ. വകാന അംറുഹു ഫുർതാ, അവന്റെ കാര്യം നഷ്ടമാണ്, നാശത്തിലാണ്. അവർ സഹവാസം. ആരോട് സഹവസിക്കണം? മുഅ്മിനീങ്ങളോട് സഹവസിക്കണം. മുഅ്മിനീങ്ങളായ ആളുകളിൽ മഹാന്മാരോടൊക്കെ നിരന്തരം സഹവസിക്കും. നമ്മൾ അറിയാതെ ഇങ്ങനെ എന്താവും? ഖുർആനോട് സഹവസിക്കണം, നമുക്കറിയാതെ മാറ്റുണ്ടാവും. നല്ല വാക്കുകളോട് സഹവസിക്കണം, അപ്പോൾ നമ്മളിൽ മാറ്റുണ്ടാവും. ഇതൊരു തരം ഈ പിന്നെ
ഒരു ഹൗലാണെന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. ഏത് മനസ്സൊരു തരം ഹൗലാണ്. അപ്പോ ആ ഹൗലിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിലേക്കൊരല്പം മോശമായ വെള്ളം ചെന്നാൽ എന്താവും? ഹൗല് മുഴുവൻ പോകും. അപ്പൊ നമ്മൾ 2 ദിവസം ഏതെങ്കിലും മോശമായ പരിപാടി ചെയ്താൽ എന്താവും? നമ്മുടെ ഈ ഹൗലിലെ നല്ല വെള്ളം മുഴുവൻ ചീത്തയായി പോകും. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞു, ഇന്നഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ സാബഹുൽ മാ. വെള്ളം ചെന്നിട്ട് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ എന്ത് തുരുമ്പ് പിടിച്ചു പോവും? ഹൃദയം തുരുമ്പ് പിടിക്കും. വമാ തിലാഉഹാ യാ റസൂലല്ലാഹ്. എന്താ നബിയെ അതിന് പരിഹാരമാർഗം? റസൂലുള്ള പറഞ്ഞു, ഒന്ന് കസ്റത്തു തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ ഓതുക. വദിക്റുൽ മൗത്ത്, പിന്നെന്തുണ്ടാവണം? മരണം എന്നത് അടുത്തുണ്ടെന്നുള്ള ചിന്ത ഉണ്ടാവാം. ഓരോ നിസ്കാരത്തിലും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇത് അവസാനാണ് എന്ന ബോധത്തോടെ നിസ്കരിക്കാം. നോക്കിയാൽ നിങ്ങൾ, അതായത് അവസാനാണെന്ന് എല്ലാ ഉറപ്പും കിട്ടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു നമസ്കാരം എത്ര കൃത്യമായിരിക്കും. ഒരു ചാൻസും ഇല്ല നേരെ. ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ചാൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ നിസ്കാരം എത്ര കൃത്യമായിരിക്കും? അത് ലാസ്റ്റ് നിസ്കാരം പോലെ നിസ്കരിക്കുക. ഇനി എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു അവസരം ഇല്ലാന്ന് നോക്കാം. അപ്പൊ ഹൃദയന്റെ ശീകരണയുടെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനാവും, ശൈത്താന്റെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോ ഇവൻ ഇവിടെ എങ്ങും നമ്മളെ സഹായിക്കാണ്ടാവില്ല എന്നർത്ഥം. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലീ ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖീ വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. നിങ്ങൾക്ക് മേൽ എനിക്കൊരു അധികാരവും ഉണ്ടായിരുന്നില്ല നേരത്തെ. എന്തിനാണ് നിങ്ങളിപ്പോ എന്നെ കുറ്റം പറയുന്നത്? ഞാൻ പഴപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എനിക്കൊരു അധികാരവും നിങ്ങളുടെ മേലൊന്നും, അത്രയേ ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ എന്റെ കൂടെ പോന്നു എന്നല്ലാതെ ഞാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങളോട് കണിശമായി പറയാനുള്ള എന്തെങ്കിലും അധികാരം എന്റെ കയ്യിലുണ്ടായിരുന്നു? ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോഴെന്തായി? ഇപ്പൊ നിങ്ങൾ കുടുങ്ങി. സലാത്തലൂമൂനി, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, എന്ത് ചെയ്താൽ മതി? ലൂമോ പുസ്തകം. എന്നെന്ത് ചെയ്യരുത്? ആര് പറയും? ഇംഗ്ലീഷ് പറയും. എവിടെ പറയും? നാളെ പരസ്ത്രീകളെ കുറിച്ച് പറയും. എന്നിട്ട് എന്ത് പറയും? അവനൊഴിഞ്ഞു പോകും. അവനൊഴിഞ്ഞു പോകുന്ന വെച്ചാൽ അവന് ശിക്ഷ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ അവനൊഴിഞ്ഞു നിൽക്കും. അപ്പോ ഇത് തന്നെയാണ് ഇനി ബരി ഉമിൻകും. ഇവിടെ വന്നപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ പോവാണ്. ഇനി അഖാഫുല്ലാഹ, ഞാൻ പടച്ചവനെ ഭയക്കുന്നു. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. إذ يقول المنافقون والذين في قلوبهم مرض. കപട വിശ്വാസിയും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ രോഗമുള്ളവരും. ഹൃദയത്തിൽ രോഗം എന്ന് വെച്ചാൽ ദൗർബല്യം, വിശ്വാസത്തിന്റെ ദൗർബല്യം. മറള് എന്ന് പറഞ്ഞാൽ രോഗമാണല്ലോ ദൗർബല്യം. ഹൃദയ ദൗർബല്യം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഈ രോഗം ഉണ്ടാവാം. വിശ്വാസം ശരിയാവും. അതായത് ചിലരുണ്ടല്ലോ, നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു, അതായത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, പിന്നെ ഒമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു തെല്ലിൽ നിന്ന് ഇങ്ങനെ ആരാധിക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിലോ ഭയങ്കര സംഭവിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തലയിലേക്ക് എന്തെങ്കിലും വിഷയം വന്നാലോ അപ്പൊ അവൻ തലകുത്തി എന്നിട്ട് പറയും, എന്ത് നിസ്കരിച്ചിട്ട് കാര്യം, ഞാൻ നിസ്കരിച്ചു കൂട്ടിയിട്ട് എന്താ കിട്ടുക? അല ഹർഫ്, ഹർഫ് എന്ന് പറഞ്ഞാൽ തെല്ലാണ്. അപ്പൊ ഇവിടുന്ന് വീഴാൻ നിൽക്കണ പോലെ നിസ്കരിക്കുക. അപ്പൊ അവനെന്ത് എന്തെങ്കിലും കിട്ടേണി ഓക്കെ, ഇല്ലെങ്കിലോ അല്ലേ പറ്റൂല. ഇത് ഈ രീതിയിൽ നമസ്കരിക്കുന്ന രീതി, അതാണ് ഉള്ളിൽ രോഗം കടന്നുകൂടുക, ദൗർബല്യം. അള്ളാഹു ഈമാൻ ശക്താക്കി തരട്ടെ. സ്വഹാബാക്കളിൽ ചിലർക്ക് അതിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു രോഗം പിടികൂടിയിരുന്നു. എന്താണ്? ഇതിപ്പോ ഈ യുദ്ധത്തിലൊക്കെ പോയി രക്ഷപ്പെടും, ഇമാതിരി ചെറിയ ചെറിയ വാളും കുറെ അത്യാവശ്യം ഒന്നുമില്ലാതെ പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ യുദ്ധം ചെയ്താൽ എന്താകും എന്നായിരുന്നു അവരുടെ കഥ. അതാണ് അവർ പറഞ്ഞു, വർറ ഹഉലായി ദീനും, ഇവരുടെ ദീൻ ഇവരെ വഞ്ചിച്ചു പോയി. ഇവരുടെ ദീൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഇവരാകപ്പാട് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് വിശ്വസിച്ചേക്കാണ്.
നബി പറഞ്ഞത് മുഴുവൻ കേൾക്കാന്നുള്ള തീരുമാനത്തിന് ഒരു സാമാന്യമായ ഒരു ആലോചന നടക്കണ്ടേ? ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിന് ആവശ്യമാകുന്ന മറ്റു സാമഗ്രികൾ ഉണ്ടോ എന്ന് ആലോചിക്കണ്ടേ? അതിനാവശ്യമാകുന്ന വിധ ശക്തി ഉണ്ടോ എന്ന് ആലോചിക്കണ്ടേ? ഇതൊന്നുമില്ല. നബി പറഞ്ഞത് മുഴുവൻ അങ്ങ് കേട്ടേക്കാണ്, വേറെ ഒന്നും ഇവർ ചെയ്യുന്നില്ല. അതാണ് ഗർറഹഉലായ ദീനുഹും, ഇവരവരുടെ ദീൻ വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായോ? സ്വഹാബാക്കൾക്കിടയിലെ ചില ആളുകൾ, അതായത് ഈ മുനാഫിഖീങ്ങളാണ് ഇത് ശരിക്കും പറയണത്. മുനാഫിഖീങ്ങൾ ഇത് പരത്തുന്നു. എന്താണ്? ഇത് കണ്ടില്ലേ ചിലരിങ്ങനെ, ചിലർക്കുണ്ടായിരുന്നു എന്ത്, നബിയെ ഈ ഒരു തരത്തിലുമുള്ള സാമഗ്രികളും കൂട്ടാതെ യാതൊരു യുദ്ധസജ്ജതയും കുറിച്ച് അങ്ങ് പറയാതെയാണല്ലോ അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചില സ്വഹാബ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി വല്ലാതെ വിഷമിച്ചു ആ സമയത്ത്. അതുകൊണ്ടാണ് പുണ്യനബി ഈ യുദ്ധം വരുന്നു എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആദ്യം സഹാബാക്കൾക്ക് നേരെ നിന്നിട്ട് എന്ത് നിങ്ങൾക്ക് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇംലി യാ റസൂലല്ലാഹ്, നിങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അതിൽ എനിക്ക് സംശയമൊന്നുമില്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇംലി, പോ, അങ്ങ് പോയാൽ, അങ്ങയുടെ പരിപാടിയുമായി മുന്നോട്ട് പോയാൽ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട്. ശരി പറയുന്നതിന്റെ നമുക്ക് തെളിച്ചമുണ്ടായിരുന്നില്ല. നബി തിരുമേനി അപ്പോഴും ആലോചിച്ചത് 240ഓളം വരുന്ന സഹാബാക്കളും അൻസാറുകളാണ്. ബാക്കിയുള്ളവരെ ആരേ ഉള്ളൂ? മുഹാജിറുകൾ. മുഹാജിറുകളുടെ നേതാക്കളാണ് ആരൊക്കെ? അബൂബക്കറും ഫറൂഖും റളിയല്ലാഹു അൻഹു. ഇവർ പറഞ്ഞാലും ആര് പറയണം? അൻസാറുകൾ പറയണം. ഇടയ്ക്ക് ചില കമന്റ്സുകളാണെങ്കിൽ ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അഭിപ്രായം എന്തായിരിക്കണം എന്നതായിരുന്നു റസൂലുള്ളാഹിയുടെ തീരുമാനം. അപ്പൊ വന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ചോദിച്ചു തന്നെ എങ്ങനെയാണ്, ഞങ്ങളെ നബിയെ ഞങ്ങൾ അങ്ങേ, അതായത് ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ രണ്ടു മഹാരഥന്മാർ താങ്കൾക്ക് പിന്തുണ നൽകിയിട്ട് പോലും അങ്ങയുടെ മുഖത്ത് അതിന്റെ തെളിച്ചം കാണാത്തതിന്റെ കാരണം ആ തുരീദുന യാ റസൂലല്ലാഹ്, ആ തുരീദുന മആശിറൽ അൻസാരി യാ റസൂലല്ലാഹ്, ഞങ്ങളെ കുറിച്ചാണോ അങ്ങ് ആലോചിക്കുന്നത്? എങ്കിൽ പറയാം, ഞങ്ങൾ അങ്ങേ കൈവിട്ടു പോകാൻ വേണ്ടി വന്നവരല്ല. അതിന്റെ കാരണം എന്താ അറിയോ? അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോരുന്നതിന് മുമ്പ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഒരു സന്ധിയുണ്ട്. ആ സന്ധിയിൽ അൻസാരികളായ സ്വഹാബാക്കൾ മക്കയിൽ വന്നപ്പോ നബി തിരുമേനിയുമായി ചെയ്ത ഒരു കരാർ ഇതാണ്, മദീനയിൽ അങ്ങ് വരണം, എന്നാൽ മദീനയിൽ വെച്ച് അങ്ങയെ സഹായിക്കാവുന്ന എല്ലാം ഞങ്ങൾ ഏറ്റു. മദീനയുടെ പുറത്തല്ല, മദീനയുടെ അകത്താണ്. മദീനയുടെ അകത്ത് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആവശ്യമാകുന്ന എല്ലാം ഞങ്ങൾ ചെയ്യും. അതിന് ഞങ്ങളുടെ ജീവൻ കൊടുക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊടുത്താലും ഞങ്ങൾ അങ്ങക്ക് ഒരു ഉപദ്രവവും വരുത്താത്ത വിധം മദീനയിൽ അങ്ങയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ. അൻസാരികളുടെ വലിയൊരു കടപ്പാട് നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകർ അങ്ങനെയാണ് വിളിച്ചത്. അതുകൊണ്ട് മദീനയുടെ പുറത്താണ് ഇപ്പോ സംഭവം. 50 മീറ്റർ പുറത്താണ് ഏതുള്ളത്? ബദർ നടക്കാൻ പോകുന്നത്. അപ്പോ ബദറിലെങ്ങാനും റസൂലുള്ളാഹിനോട് ഇവർക്ക് എന്ത് പറയാനുള്ള ചാൻസ് ഉണ്ട്? എന്ത് ചാൻസ് ഉണ്ട്? ദേ ഹാഡ് ആൻ ഓപ്ഷൻ. എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം, ഇത് മദീനയുടെ പുറത്താണ്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ കരാറ് പ്രകാരം മദീനക്കകത്താണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാനാവും, പുറത്ത് ഞങ്ങൾ ഏറ്റിട്ടില്ല എന്ന് പറയാമായിരുന്നു ആർക്ക്? സഹാബ. പക്ഷേ ആ സഹാബാക്കൾ പറഞ്ഞത് അങ്ങനെയല്ല. മറിച്ചെന്തേ പറഞ്ഞത്? നബിയെ, അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പണ്ട് മൂസയുടെ കൂടെ പോയിരുന്ന ബനൂ ഇസ്രായേൽ, അവർ മൂസ നബി അലൈഹി ഇസ്ലാം പലസ്തീനിൽ തന്നെ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ നിങ്ങളും നിങ്ങളുടെ തമ്പുരാനും പോയി യുദ്ധം ചെയ്തോളൂ എന്നാ പറഞ്ഞത്. ഇദ്ഹബ് അൻത വറബ്ബുക്, നീ നിന്റെ തമ്പുരാനും പോകാൻ, എന്നിട്ട് ഫഖാത്തില, നിങ്ങൾ രണ്ടുപേരും യുദ്ധം ചെയ്യും. നഹ്നു ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങളിവിടെ ഇരിക്കാമെന്നാണ് ബനൂ ഇസ്രായേൽ പറഞ്ഞത്. നീ നിന്റെ തമ്പുരാനും പോയി യുദ്ധം ചെയ്തു, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തോളാം പോകുന്നതാണ്. അതുകൊണ്ടാണ് അവരെ 40 ദിവസങ്ങളായിട്ട് കറക്കി. എന്താ കാരണം? അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് നന്ദികേട് വന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് അവിടെ വന്നപ്പോ അവിടുത്തെ അഹങ്കാരികളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക, പോയി പടച്ചവനെ നീ കൂടെ യുദ്ധം ചെയ്തോ, ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഞങ്ങളിവിടെ ഇരുന്നോളാം. ഇവിടെ ഈ മഹാന്മാരായ സ്വഹാബാക്കൾ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞങ്ങൾ തിരിച്ചു പറയാം, ഇദ്ഹബ് അൻത വറബ്ബുക,
നിങ്ങളും നിങ്ങളുടെ തമ്പുരാനും യുദ്ധം ചെയ്യും. നഹ്നു മഅക യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടാവും. അങ്ങ് എവിടെ നിന്നാലും അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടാവും. അങ്ങ് സമുദ്രത്തിന്റെ ആഴിയിലേക്ക് പോകാൻ ആവശ്യപ്പെടൂ. ഖുൽത, നിങ്ങൾ പോയി മുങ്ങൂ. ഖുൽന, ഞങ്ങളൊപ്പം മുങ്ങും. അതിന് ന്യായമോ യുക്തിയോ ഒന്നുമില്ല. നിങ്ങൾ പോയി ആ സമുദ്രത്തിന്റെ ആഴിയിലേക്ക് അങ്ങ് പോയാൽ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടാകും. അങ്ങ് അത്യുന്നതമായ പർവ്വതങ്ങൾ താണ്ടാൻ ആണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളുണ്ടാകും. നഹ്നു മഅക യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം നിന്ന് എന്ത് ത്യാഗവും ചെയ്യാനാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ മറുത്തു പറയാൻ വേണ്ടി വന്നവരല്ല എന്ന് പറഞ്ഞു സഹാബാക്കൾ. അപ്പോഴാണ് രണ്ട് കൈയും ഇങ്ങനെ ഉയർന്നത്. രണ്ടു കൈയും ഉയരുമ്പോ രണ്ടു കക്ഷങ്ങൾ ഒഴിവാക്കപ്പെടുന്ന വിധമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്നതാണ് പിന്നെ അൽ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്നത് ഹയ്യും ഖയ്യൂമാണ് എന്ന അഭിപ്രായമുണ്ട്. കാരണം റസൂൽ ദ്വാരുന്നത് യാ ഹയ്യു യാ ഖയ്യൂം വെച്ചിട്ടാണ്. അല്ലാഹുവിന്റെ ഇസ്മുകളിൽ വെച്ച് അസ്മാഉൽ ഹുസ്ന ഇല്ലേ, അസ്മാഉൽ ഹുസ്ന എന്തിനുള്ളതാണ്? ദ്വാരക്കാനുള്ളതാണ് അല്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അതുകൊണ്ടാണ് അത് ദ്വാരക്കാന്ന് വെച്ചാൽ അതിനെ മുൻനിർത്തി യാ റഹ്മാനു യാ റഹീമു എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അസ്മാഉകൾ പറഞ്ഞുകൊണ്ട് ദ്വാരക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ ശിഅ്ത, പടച്ചവനെ നീ ഉദ്ദേശിച്ചാൽ, ലൻ തുഅ്ബദ ബഅദൽ യൗം, ഈ സമൂഹത്തെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. ഈ വിഭാഗം മുഴുവനും ഇവിടെ നശിച്ചു പോയാൽ, ഇവിടെ അവർ മുഴുവനും കൊല്ലപ്പെട്ടു പോയാൽ, ലം തുഅ്ബദ ബഅദൽ യൗം, പിന്നെ ഈ സമൂഹത്തിൽ നിന്ന് നിന്നെ ആരാധിക്കാൻ ഒരു കുട്ടിയും ജനിക്കാനില്ല റബ്ബേ. അതുകൊണ്ട് നീ സഹായിക്കണം. അതിങ്ങനെ പറഞ്ഞു കൂടിയപ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിർത്തു നബിയെ, നിങ്ങൾ ഇങ്ങനെ കരയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞു ദ്വാരുന്നു റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ ഇടക്ക് എന്തുണ്ടായിരുന്നു? ചില ആളുകൾക്കിടയിൽ ഈ ഒരു മർമ്മരം പോയിരുന്നു. അതിന്റെ കാരണക്കാരാണ് മുനാഫിഖാണ്. എന്തിനാ ഇതിവിടെ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെടുത്താൻ. കൂട്ടത്തിൽ ഇന്ന ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് എന്തപ്പോ മുനാഫിഖിനെ പറഞ്ഞിട്ട് ഇവിടെ പറയാൻ കാരണം, ഈ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇസ്ലാമിക ലോകത്ത് ആരായിരിക്കും ഇത്തരം അപവാദങ്ങൾ തുടങ്ങുക? അതായത് ശത്രു തുടങ്ങിയത് നമ്മൾ തുടരുകയാണ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ വരുമ്പോ അവരിങ്ങനെ പതുക്കെ പറഞ്ഞിടും, പിന്നെ നമ്മളത് ഏറ്റെടുക്കും. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അത് ശരിയാണെന്ന് തോന്നുന്നത് പറയാം. ഏത് ഇഷ്യൂസ് എടുത്തോളൂ, ആ ഇഷ്യൂസിലൊക്കെ ആ സ്വഭാവമുണ്ട്. മുഅ്മിനീങ്ങളുടെ കൂട്ടായ ഉലമായിന്റെയും സമൂഹത്തിന്റെയും തീരുമാനത്തിനൊപ്പം നിൽക്കാതെ പോവുകയും ഈ മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അണിയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ച മുനാഫിഖിന്റെ പണി വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഈ ആയത്തിന് നമ്മൾ ബദറിലേക്ക് മാത്രം ചുരുക്കണ്ട. എല്ലാ സമയത്തും അണിയിൽ വിള്ളലുണ്ടാക്കുന്ന മുനാഫിഖ് ഉണ്ട്, ശത്രു ഉണ്ട്, മുനാഫിഖുണ്ട്. ഏറ്റവും പ്രധാനം എന്താ അറിയോ? ഏത് സമൂഹത്തിന്റെയും പരാജയ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഈ ഈ ഈ പിന്നെ എന്താ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ. അത് നടന്നാൽ നമുക്കെന്ത് സംഭവിക്കും? അത് വിജയിച്ചാൽ തന്നെ ഒരു സമൂഹം രക്ഷപ്പെടാതെ പോകും. ഇന്ന് മാധ്യമലോകത്ത് മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന ഈ പ്രചാരങ്ങൾ നോക്കൂ നിങ്ങൾ. അത് ഇങ്ങനെ നിരന്തരം നടക്കല്ലേ അല്ലെ? ഈ പ്രചാരങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മളെ നാണം കെടുത്തുന്നു, നമുക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്നു. വേഷം പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ വേഷത്തെ ഏറ്റവും മോശമായി അവതരിപ്പിക്കുക. അപ്പൊ നമുക്ക് തോന്നും അത് മോശമാണ്. ഇസ്ലാമിക ചര്യകളെ മോശമായി അവതരിപ്പിക്കുന്നു, നമുക്ക് തോന്നുന്നു ഏറ്റവും മോശമാണ്. നോക്കൂ, എന്നാൽ എത്ര അതായത് ഒരു തരം കൃത്യമായ സ്കെയിൽ വെച്ച് അളന്ന് നോക്കൂ നിങ്ങൾ. എന്നാൽ മനോഹരം നമ്മൾ, പക്ഷെ എന്നിട്ട് നമുക്ക് പോലും പറയാൻ മടി തോന്നുന്നതിന്റെ കാരണം എന്താ? പ്രൊപ്പഗണ്ടകൾ വിജയിക്കുന്നു. എന്താ കാര്യം?
പ്രൊപ്പഗണ്ടകൾ വിജയിക്കുന്നു. ആ പ്രൊപ്പഗണ്ടകൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നു. നമ്മളപ്പോഴേക്കും നമ്മുടെ വിഷയം എടുക്കാൻ പറ്റും. ഈ പ്രൊപ്പഗണ്ടകൾ ഒരു അജണ്ടയാണ്. ആ അജണ്ട വിജയിപ്പിക്കാൻ ആവശ്യമാകുന്ന തന്ത്രങ്ങൾ അവരിങ്ങനെ നിരന്തരം മെനയും. ആ മെനച്ചിലുകൾ എല്ലാ കാലത്തും ഇസ്ലാമിന്റെ സമൂഹത്തിന് നേരെ ഉണ്ടായി. അതിൽ ബദറിലും ഉണ്ടായിരുന്നു അത്തരം പ്രൊപ്പഗണ്ടകൾ. അതായത് എങ്ങനെ ജയിക്കാനാകും എന്നായിരുന്നു അവരുടെ ചോദ്യം. എങ്ങനെ ജയിക്കാനാകും? നമ്മൾ മാനസികമായി എന്തല്ല ഊർജമുള്ളവരല്ല, നമ്മൾ ശാരീരികമായി ഊർജമുള്ളവരല്ല, നമ്മൾ പിന്നെ എങ്ങനെ ജയിക്കും എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ മുമ്പിൽ സകലതും തകർന്നു പോകുമോ എന്ന് ഭയക്കുമ്പോ സ്വഹാബത്ത് ആവശ്യമായ അനിവാര്യമായ തീരുമാനമെടുത്തു. അവിടെ അള്ളാഹു വിജയിപ്പിച്ചു. അതാണ് وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَإِنَّ اللَّهَ عَزِيزٌ حَكِيمٌ. ആര് അല്ലാഹുവിൽ അങ്ങ് തവക്കുലാക്കുക, ഏത് വിഷയത്തിലും അല്ലാഹുവിനെ തവക്കുലാക്കുക. وَمَن يَتَوَكَّلْ عَلَى اللَّهِ, ഒരു തീരുമാനമാവുക, തീരുമാനത്തിന് ശേഷം പിന്നെ എന്താവുക? തവക്കുലാക്കുക. തീരുമാനത്തിന് മുമ്പ് നിങ്ങൾ നോക്കൂ, ഇവിടെ റസൂൽ എന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ നബി അങ്ങനെ തന്നെ നിൽക്കല്ല ചെയ്യുന്നത്. മറിച്ച് എന്താ ചെയ്തത്? സഹാബാക്കളോട്ട് ആലോചിച്ചാൽ പിന്നെ ആരാ തീരുമാനം എടുക്കേണ്ടത്? നേതാവ്. തീരുമാനം എടുത്തു കഴിഞ്ഞാലോ തവക്കൽ അലല്ലാഹ്. ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അല്ലെ? ഒരു നേതൃത്വത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി തന്നെ അതാണ്. എന്താണ്? നേതാവിന് ജനാധിപത്യം വേണം, തന്റെ അനുയായികളുമായി ഒരു സമ്പർക്കം വേണം. നേതാവ് അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാക്കും. തീരുമാനിച്ചാൽ പിന്നെ മുന്നോട്ട് പോകണം. തീരുമാനിച്ചാൽ മുന്നോട്ട് പോകണം. ഏതാ? നബിയെ, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്താൽ ലിന്തലഹും, അങ്ങത്ര മയത്തിരാ പെരുമാറിയത് ജനങ്ങളോട്. അങ്ങെങ്ങാനും പിന്നെ അങ്ങെങ്ങാനും ദുഷ്ടാഠ്യക്കാരനും അതുപോലെ തന്നെ അങ്ങെങ്ങാനും ദുസ്വഭാവിയുമായിരുന്നുവെങ്കിൽ ഫല്ലൻ ഖലീലൽ ഖൽബ്, ഹൃദയം കടുത്ത മനുഷ്യനായിരുന്നുവെങ്കിൽ. ഹൃദയം കടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കടുപ്പമുള്ള ഹൃദയം എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നത് ഈ പിന്നെ എതിർപ്പുകളെയും പ്രതിസന്ധികളെയും നേരിടാൻ കഴിയുന്ന ഹൃദയം എന്നർത്ഥത്തിലല്ല കടുപ്പമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ. ആണോ? അല്ല. മറിച്ച് മനുഷ്യനോട് ആർദ്രത കാട്ടാനും സ്നേഹവായ്പകൾ പ്രകടിപ്പിക്കാനും ആളുകളോട് ആ രീതിയിൽ പെരുമാറാനും കഴിയുക. പ്രതിസന്ധികൾക്ക് മുമ്പിൽ ആരായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ? ഒരു പർവ്വതം പോലെയായിരുന്നു മുഹമ്മദ് നബി അല്ലേ? അവർ പർവ്വതങ്ങൾ. വലിയ കൊടുങ്കാറ്റ് വന്നാലും ആ മാമല കുലുങ്ങാതെ നിൽക്കുന്നത് പോലെ ഇസ്ലാം പരിശുദ്ധ സഹാബത്തിന്റെ ജീവിതത്തിൽ കുലുങ്ങാത്ത, പ്രതിസന്ധികളിൽ കുലുങ്ങാത്ത മാമലകൾ പോലെ അവർ ഒരുമിച്ചു. അവരെ കുറിച്ച് പിന്നെ പറഞ്ഞു, അവർ കാലം പോലെയാണ്. കാലം പോലെ. എന്തേ കാലം? കാലം ഇന്ന് വരണ്ട. നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഒരു വലിയ പ്രമേയം പാസ്സാക്കാം അല്ലെ? ഏപ്രിൽ 4 വരാൻ പാടില്ല. UN അസംബ്ലിയുടെ പ്രമേയം ഏപ്രിൽ 4 വരില്ലേ? വരും. ആര് തീരുമാനിച്ചാലും വരും. അപ്പോ കാലം പോലെ, എത്രമേൽ തടുത്താലും വരാൻ കഴിയുന്ന പോലെ കാലം പോലത്തെ പ്രതിരോധത്തിന്റെയും ശക്തമായ മനസ്സിന്റെയും ഉടമകളായിരുന്നു അവർ. പക്ഷേ അവർ ദുശ്ശാഠ്യക്കാരായിരുന്നില്ല. ദുശ്ശാഠ്യക്കാരായിരുന്നു നേരത്തെ അവർ. പക്ഷേ അതിനുശേഷം റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ദുശ്ശാഠ്യത്തിനെതിരായി മാറി. അവരുടെ ഹൃദയം എന്നെ നോക്കൂ. സിദ്ദീഖിന് എപ്പോഴും കരച്ചിൽ. എന്താ കരച്ചിൽ? പടച്ചോനെ, ഞാൻ നിന്റെ മുമ്പിൽ വന്നാൽ എന്താകും? അങ്ങനെ കരഞ്ഞ മനുഷ്യനോ? അങ്ങനെ കരഞ്ഞയാളുടെ മുമ്പിലാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അബൂബക്കർ, കാര്യങ്ങളാകെ വഷളാവുകയാണ്. ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം ലോകം അല്ലാഹുവിന്റെ റസൂലിന് ശേഷം പിന്നീട് ഛിദ്രമാകുമോ എന്ന് ഭയക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് സകാത്ത് തരില്ലെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള അങ്ങയുടെ തീരുമാനം മാറ്റണം. അബൂബക്കർ പറയണ്ടേ? എന്ന തൽക്കാലം നമുക്ക് അങ്ങനെ നോക്കുന്നത്. മറിച്ച് എന്താ പറഞ്ഞത്? എനിക്കവർ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയിരുന്ന ഒട്ടകത്തിന്റെ കയറാണ് സക്കാത്തിൽ നിന്ന് അവർ മാറ്റിവെക്കുന്നതെങ്കിൽ ലൗഖാത്തിലെന്നവും,
ഞാൻ വിടൂല അവരെ, ഞാൻ യുദ്ധം ചെയ്യും. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന് തന്ന ഓഹരിയിൽ നിന്ന് ഒരു ഒട്ടകത്തിന്റെ കയറാണ് അവർ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ, നിഷേധിക്കുന്നതെങ്കിൽ ഞാൻ വിടില്ല അവരെ. പിന്നീട് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രകാരന്മാർ എഴുതി, മഹാനായ സിദ്ദീഖ് അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്ത് പറ്റി? ചൂട് കുടിക്കാം. ശരിക്കും ചൂട് തിളക്കണ്ടല്ലേ? അള്ളാഹു ചൂടിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ മുസ്ലിം ലോകത്തിന് പിന്നീട് ഒരു രാജാവിനും, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഇല്ലെന്ന് തീരുമാനിക്കപ്പെടുമായിരുന്നു. അത് അള്ളാഹുവിന്റെ റസൂലിന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുമായിരുന്നു. മനസ്സിലായോ? ഖുർആനാ പറഞ്ഞത് അവരുടെ സമ്പത്തിനെ അങ്ങ് പിടിച്ച് സക്കാത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിനോടാണ്. ആ പറഞ്ഞത് റസൂലിന് മാത്രം പ്രത്യേകമായതാണെന്ന് പറയുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ സിദ്ദീഖ് ആ തീരുമാനം എടുത്തു. തീരുമാനങ്ങളിൽ സിദ്ദീഖ് ആരായിരുന്നു? അചഞ്ചലനാണ്. എല്ലാവരും വിറച്ചു നിന്നപ്പോഴൊക്കെ സിദ്ദീഖ് ആരാണ്? അചഞ്ചല മനസ്സനാണ്. എന്നാൽ ആരാണ്? വല്ലാത്ത റിഖത്തുൽ ഖൽബാണ്, നേർത്ത മനസ്സാണ്. എപ്പോ നോക്കിയാലും കരയും, എപ്പോഴും കരയും. അതുകൊണ്ടാണ് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന് സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. ആരോട്? ആയിഷ ബീവിയോട്. പാപ്പനോട് ഇമാമത്ത് നിൽക്കാൻ പറയാൻ പറഞ്ഞു. ആയിഷ ബീവിക്ക് പേടി, പാപ്പനി അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് കരഞ്ഞേക്കും. ഇമാമത്ത് നിൽക്കുമ്പോ കരയും. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ മടിച്ചു. ഹഫ്സനെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പാനോട് നിൽക്കാൻ പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, അല്ല നിങ്ങൾ യൂസുഫ് നബിയുടെ പെണ്ണിന്റെ സ്വഭാവം എടുക്കരുത്. യൂസുഫ് നബിയുടെ പെണ്ണിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അന്തുന്നൊക്കെ സവാഹിബ് യൂസുഫാണോ ചോദിച്ചത്. നിങ്ങളൊക്കെ യൂസുഫിന്റെ ആ പെണ്ണുങ്ങളുടെ സ്വഭാവമാണോ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെണ്ണ് സലീഹ ബീവിയുടെ ഒരു ചതി ഉണ്ടല്ലോ അവിടെ, അതുപോലെ നിങ്ങൾ എന്നെ ചതിക്കാൻ പോവാണോ എന്നാണ് ആയിഷ ബീവിയോട് ചോദിച്ചത്. എന്താ കാര്യം? അപ്പൊ ആയിഷ ബീവിന് കാരണം പറഞ്ഞത് വേറൊന്നല്ല, വാപ്പ ഒരു റിഖത്തുൽ ഖൽബിന്റെ ആണാണ്. ആ മുസലിൽ കയറി നിന്ന് കരയും. അള്ളാന്റെ റസൂൽ ഇല്ലാതിനോട്ടാണല്ലോ ഇവിടെ കയറി നിൽക്കേണ്ടി വരുന്നത്. അപ്പൊ ഹബീബ് ഇല്ല, ഹബീബിന് രോഗമാണെന്നുള്ള ബോധം വരുമ്പോ കരയും. അങ്ങനെ കരയുന്നു. അങ്ങനെ കരയ മാത്രമല്ല, ഹബീബിന് രോഗം കണ്ടിട്ട് ഇവിടെ ഒന്ന് രോഗിയാവും. തിരിച്ച് ഹബീബ് എണീറ്റ് വന്ന് ഇവിടെ ഒന്നൊന്ന് കണ്ട പറയോ, എന്റെ രോഗമൊക്കെ മാറിയത്. മരിദൽ ഹബീബു ഫസുർതുഹു, എന്റെ ഹബീബ് രോഗിയായി, ഞാൻ നബി തിരുമേനിയെ പോയി ഒന്ന് കണ്ടു. അപ്പൊ എന്തുണ്ടായി? നബിയോടുള്ള ദുഃഖം കൊണ്ട് എനിക്ക് രോഗം പിടിച്ചു. എന്നിട്ടോ നബി അവിടത്തെ രോഗം മാറിയിട്ട് എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നപ്പോഴോ എനിക്ക് രോഗം മാറി. എന്താ കാരണം വെച്ചാല്, എന്താ കാരണം? അങ്ങോട്ടൊന്ന് നോക്കിയപ്പോ എന്റെ രോഗം മാറി. ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്റെ രോഗം മാറി. അതായിരുന്നു സിദ്ദീഖ്. അള്ളാന്റെ റസൂലിന് രോഗം ഉണ്ടായ രോഗം വരുന്ന സിദ്ദീഖ്. ഹബീബിന്റെ മനസ്സിലെന്തെങ്കിലും വിഷമം വന്നാൽ അപ്പൊ വിഷമിച്ച സിദ്ദീഖ്. അങ്ങനെയൊക്കെ ആയ സിദ്ദീഖ് ഹബീബ് വഫാത്താകുമ്പോ തളർന്നിരിക്കണ്ടേ? അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ഹബീബ് ഏറ്റെടുത്ത ദൗത്യം തന്റെ ചുമലിലാണെന്ന ബോധ്യമുണ്ടായിരുന്നു ആൾക്ക്? സയ്യിദുനാ സിദ്ദീഖ്. അതുകൊണ്ട് എന്തു പറഞ്ഞു? ഇന്ന മുഹമ്മദൻ ഖദ് മാത, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായിരിക്കുന്നു, സംശയിക്കണ്ട. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ലെന്നെങ്ങാനും തോന്നുന്നുവെങ്കിൽ ഇതാ റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും ഫലൻ യദുറല്ലാഹ ശൈആ. മുഹമ്മദ് നബി പ്രവാചകനല്ലാതെ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന് മുമ്പും പ്രവാചകന്മാർ പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭൂമിയിൽ.
അതുകൊണ്ട് നിങ്ങളെങ്ങാനും റസൂൽ കൊല്ലപ്പെട്ടു എന്നോ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായെന്നോ അറിഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പിന്നോട്ട് പോകുമെന്നാണോ എങ്കിൽ അള്ളാഹുവിനതൊരു പ്രശ്നമാകില്ല എന്ന് പറയുന്ന ആയത്ത്. ഉഹദിൽ നബി തിരുമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോഴാണ് സഹാബത്ത് ആലോചിച്ചു പോയത്, റസൂലില്ലെങ്കിൽ പിന്നെ എന്തിന് യുദ്ധം, നബി തിരുമേനി കൊല്ലപ്പെട്ടാൽ പിന്നെ എന്ത് യുദ്ധം എന്ന് ചോദിച്ച് വാളുകൾ താഴെയിട്ട് പരിഭ്രാന്തരായിരുന്ന സഹാബാക്കൾക്ക് മുമ്പിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മുഹമ്മദ് നബി റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ദൗത്യം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദൗത്യമാണ്. നബി എങ്ങാനും വഫാത്താവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പണി അവസാനിപ്പിച്ചു പോകാനാണോ തീരുമാനം? എങ്കിപ്പൊക്കോ. അള്ളാഹു പറയാണ്, എങ്കിപ്പൊക്കോ. ഫലൻ യദുറല്ലാഹ ശൈഅ. അള്ളാഹ് ഒരു ചുക്കുവാവൂല, പടച്ചവൻ വേറെ പണിയും. ആ ആയത്തോടിയപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന് വഫാത്തായെന്നെങ്ങാനും ആര് പറഞ്ഞാലും ഞാൻ അവന്റെ കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞ് വല്ലാതെ ഭ്രാന്തിളകിയവനെ പോലെ നിന്ന ഉമർ ശാന്തനായത്. ഉമർ ആ വലിയ സത്യമറിഞ്ഞ് ബോധരഹിതനായി വീണത്. അത് ബോധം പോണതിന്റെ ഒരു ഒന്നാം സ്റ്റേജാന്നുള്ളൂ. ഏത് ആരാ പറഞ്ഞ അള്ളാഹ് റസൂൽ വഫാത്ത ഞാൻ അടിച്ചു ഭീഷണിയാണ് അവനെന്നൊക്കെ പറഞ്ഞത് റസൂൽ ആയപ്പോൾ തന്നെയാണ്. അതിന്റെ മുമ്പായത്തപ്പോ മുഴുവൻ അതുവരെ എല്ലാവരും ഇങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നോക്കിയിരിക്കായിരുന്നു. അപ്പൊ വീണു സയ്യിദുന ഉമർ, ലോകം കണ്ട ഏറ്റവും വലിയ ധീരൻ. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ചില സമയങ്ങളിൽ ഉമർ ബിൻ ഖത്താബിനേക്കാളും മുകളിൽ നിന്നിരുന്നു ആര്? അതാണ് യോഗ്യതയുടെ ഓരോന്നിനെ ക്വാളിറ്റി നോക്കിയാണ് റസൂൽ എന്ത് ചെയ്തത്, ഓരോന്നിനെ നിശ്ചയിച്ചത്. ആ യോഗ്യതയുടെ സ്വഭാവം നോക്കി നിങ്ങൾ ആ വലിയ മുഹൂർത്തങ്ങൾ റസൂലിന്റെ ആ തീരുമാനങ്ങളെ അതുപോലെയുള്ള വിഷയങ്ങളിലെല്ലാം നിങ്ങൾ നോക്കൂ. പല സമയങ്ങളും ഉമർ റളിയല്ലാഹുവിനും ചില ദേഷ്യങ്ങളും അതുപോലെ സങ്കടങ്ങളും കൂടിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അബൂബക്കർ എന്ത് ചെയ്തു? നിൽക്കേണ്ടടുത്ത് നിന്നു. അതുകൊണ്ടാണ് ധീരമായ സമീപനങ്ങളിലും അബൂബക്കർ റളിയല്ലാഹുവിന് അങ്ങനെ തന്നെ നിന്നു. അതാണ് നിങ്ങൾ തീരുമാനങ്ങളിൽ ആലോചിച്ചതിനു ശേഷം നിങ്ങൾ അസ്മു ചെയ്താൽ പിന്നെ തവക്കുലാക്കണം, മാറരുത്. അങ്ങനെ നിൽക്കാൻ പറ്റിയവരെയാണ് അല്ലാഹു ആൺകുട്ടികൾ നോക്കിയത്. നമ്മൾ ആൺകുട്ടികളാണ്. പെൺകുട്ടികൾക്കും ആവും ആൺകുട്ടികൾ. എവിടെയാണ് ആൺകുട്ടികൾ? അല്ലാഹുവുമായുള്ള സന്ധിയിൽ ആൺകുട്ടിയാവണം. ആരാൺകുട്ടികൾ? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യന്തമിർ വമാ ബദ്ദലൂ തബ്ദീലാ. എന്തൊരു രസമായിട്ടൊന്നറിയോ. മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? അവർ അല്ലാഹുവുമായി കരാർ ചെയ്തത് പാലിക്കുന്നവരാണ്. സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവർ അല്ലാഹുവുമായി ചെയ്ത കരാർ പാലിക്കുന്നവരാണ്. സയ്യിദുന ഹംസ, അല്ലാഹുവേ ഉമറിനും ഫഖിനും സുഖിനുമാം പരിശുദ്ധ മാർഗത്തിൽ സമ്പത്ത് വ്യയം ചെയ്യാനുണ്ടായിരുന്നു അല്ലാഹ്. പക്ഷെ ഈ പാവപ്പെട്ട ഹംസക്ക് സമ്പത്തില്ല പടച്ചവനെ. പക്ഷെ അല്ലാഹുവേ എനിക്കൊരു ആരോഗ്യമുള്ള ശരീരമുണ്ട്. ആ ശരീരം നിന്റെ മാർഗം ഓരോ സ്നേഹം ചിതറിക്കുന്ന വിധം നിനക്ക് ഞാനിതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹംസ. സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, ആ കരാറ് പാലിച്ചവരായിരുന്നു അവർ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അവരിൽ ആ നേർച്ചക്കടം വീട്ടിപ്പോയവരുണ്ട്. എത്ര ആളുകൾ ഹംസയെ പോലെ മിസ്അബിനെ പോലെ റളിയല്ലാഹു അൻഹു, അവരൊക്കെ മരിച്ചപ്പോ മലക്കുകൾ വന്നിട്ട് ഭൂമിയിൽ കാലുകുത്താനാവാത്ത വിധം മലക്കിറങ്ങിയിരുന്നു എന്ന് സയ്യിദുനാ റസൂൽ. അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മലക്കുകൾ വന്നിരുന്നു. അവരുടെ ആത്മാക്കളെ രഥങ്ങളിൽ കൊണ്ടുപോകുന്നത് പോലെ സ്വാഗതം ചെയ്തു കൊണ്ടുപോയി എന്നാണ് ആ ആയത്തിന്റെയും പശ്ചാത്തലത്തിലുള്ളത്. ഇത് തന്നെയാണ് സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹു എന്ന ആൺകുട്ടി. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു, അവർ നേർച്ചക്കടം വീട്ടിപ്പോയവരാണ്. വമിൻഹും മൻ യന്തമിറു, ഇനിയും ലോകത്തിങ്ങനെ ആ നേർച്ച പ്രതീക്ഷിച്ചു നിൽക്കുന്നവരുണ്ട്.
വമാ ബദ്ദലു തബ്ദീല, അവരൊരു മാറ്റത്തിനും തയ്യാറല്ല. അവരുടെ വേഷത്തിന് മാറ്റം വരുത്തൂല, അവരവരുടെ ഇസ്ലാമിക ചര്യയിൽ മാറ്റം വരുത്തൂല, അവരവരുടെ റബ്ബുമായി ചെയ്ത കരാറിൽ മാറ്റം വരുത്താത്ത വിധം സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവരെന്തു കരാറാണ് അള്ളാഹുമായി ചെയ്തത് അത് സത്യമായി തന്നെ നിലനിർത്തും. നമ്മൾ കരാർ ചെയ്തവരാണ്. എന്താ കരാറ്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ തമ്പുരാനല്ലയോ എന്ന് ചോദിച്ചപ്പോ നല്ല അതേ, നമ്മളൊക്കെ എന്ത് ചെയ്താണ്? ആ കരാറ് തീർക്കാൻ ആണത്തുണ്ടോ എന്നുള്ളതാണ് ആണും പെണ്ണും ആലോചിക്കേണ്ടത്. രണ്ടുപേരും ആലോചിക്കണം. ആണത്വം എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ആണത്വം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആണാകണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, എന്താവണം? ഒരു തീരുമാനമായിട്ട് പറയാൻ കഴിയണം എന്നുള്ളതാണ്. അതിനാണ് റിജാലുൻ എന്നുള്ളത് പറഞ്ഞത്. റിജാലുൻ വമാ ബദ്ദലൂ തബ്ദീല, അവരൊരു മാറ്റവും വരുത്തില്ല. മാറ്റം വരുത്തൽ അള്ളാഹുവിന്റെ നിയതിക്കെതിരാണ്. മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വന്നാൽ പ്രപഞ്ചത്തിന്റെ നീതിയെയും അത് തകർക്കും. അവിടെ മാറ്റം വരുത്താൻ പാടില്ല. അള്ളാഹു മാറ്റം വരുത്തൂല. നിങ്ങളെന്ത് ചെയ്യരുത്? മാറ്റം വരുത്തുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ നീതി തകരുമ്പോഴാണ് ചൂട് കൂടുന്നത്, അല്ലെ? മനുഷ്യൻ ബുദ്ധിമുട്ടിലേക്ക് നിരന്തരമായി ആപതിച്ചു പോകുന്നത് നമ്മളുണ്ടാക്കിയ മാറ്റാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളാൽ ഈ കടലും കരയും നശിച്ചു. ലഹറ പറഞ്ഞെന്താ? ലഹറ നശിച്ചു എന്നാണ്, വെളിവായി കഴിഞ്ഞു. അൽ ഫസാദു നാശം വെളിപ്പെട്ടുപോയി. എപ്പോഴാ പറയണത്? 1400 കൊല്ലം മുമ്പ്. അന്ന് ഈ ഒരു കടലും നശിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു പറയുന്നു നശിച്ചു, മനുഷ്യന്റെ പ്രവർത്തനത്താൽ നശിച്ചു. 1400 കൊല്ലത്തിന് ശേഷം ഈ ആയത്ത് ഇന്നലെ വന്നതുപോലെ തോന്നുന്നുണ്ടോ? അത്രയേറെ പ്രസക്തമാണ് ആയത്ത്. എന്താ കാരണം? കടലും കരയും നശിച്ചു. കടൽ മുഴുവനും എന്തായി മാറുന്നു? വിഷമയമായി മാറുന്നു. കടൽ കര കയറാൻ കാത്തു നിൽക്കുന്നു. കര കയറും. എന്തുകൊണ്ട്? കടലിലെ പർവ്വതങ്ങൾ ഈ ചൂട് കൂടുമ്പോ എന്താകും? ഉരുകും. ഹിമസാനുക്കൾ ചൂട് കൂടുമ്പോ ഉരുകിയൊലിക്കും. ഗംഗ ഒരു മഹാപ്രവാഹമാകും എന്ന് പേടിപ്പിക്കുന്നു. ഗംഗയിൽ എങ്ങനെയാ വെള്ളം കൂടുക? ചൂട് കൂടുമ്പോ വെള്ളം കൂടും. എന്തേ കാര്യം? ഹിമവത്സാനുക്കളെ മുഴുവനും അത് ഉരുക്കിക്കൊണ്ടുവരും. അങ്ങനെ പ്രളയങ്ങൾ കൂടും. ഒരു ഭാഗത്ത് വരൾച്ച കൂടും, ഒരു ഭാഗത്ത് പ്രളയം കൂടും. നമുക്ക് പേടിക്കണം. ഇതുവരെ ഒന്നും സംഭവിക്കാത്ത വിധം കാത്തൊരു നാടാണ് കേരളം. പക്ഷെ ഇപ്പോ നമ്മൾ കേൾക്കുന്നു ഇനി ചൂട് കൂടാൻ, ഡ്രോപ്സ് കൂടി വരാൻ പോവാണ്, വരൾച്ചകൾ ഭീകരമാവുകയാണ്, മരുക്കാട് പോലെ ചൂട് അഗ്നി പോലെ പതിച്ചു വരികയാണ്. അതിന്റെയൊക്കെ കാരണത്തിന്റെ മുമ്പിൽ നിന്ന് പേടിക്കണം. ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ട. മനുഷ്യനെ പടച്ചവന് ഇഷ്ടമാകുന്ന വിധത്തിലേക്ക് മാറ്റിയാൽ അള്ളാഹു എന്ത് ചെയ്തു തരും? അള്ളാഹു അനുഗ്രഹം ചെയ്യും. അള്ളാഹ് ആരാണ്? പൂർത്തവനാണ്. മഴ പെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല പണി എന്തേ ഉള്ളൂ? അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും ഇസ്തിഗ്ഫാർ കൂട്ടും, മഴ പെയ്യും. അസ്തഗ്ഫിറുല്ലാ കൂട്ടു, മഴ പെയ്യും. കാരണം മഴ പെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ പടച്ചവനോട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു മഴ പെയ്യിച്ചു തരും. നിങ്ങൾക്ക് മക്കളെയും സന്താനങ്ങളെയും സൗഭാഗ്യങ്ങളെയും തരും. നിങ്ങൾക്കല്ലാഹു അൻഹാറൻ, നിങ്ങൾക്കല്ലാഹു പുഴകളെ തരും, നിങ്ങൾക്കല്ലാഹു തോട്ടങ്ങളെ തരും. വയജ്അൽലക്കും ജന്നാത്തിൻ, നിങ്ങൾക്കല്ലാഹു തോട്ടങ്ങൾ തരും, കൃഷിയിടങ്ങൾ നന്നാക്കി തരും. വയജ്അൽലക്കും അൻഹാറ, നിങ്ങളെ നദികളെ മനോഹരമായി ഒഴുക്കുകയും ചെയ്യും പടച്ചവൻ. എന്തു ചെയ്താൽ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതെങ്ങനെയാന്ന് എനിക്കും അല്ലേ? അല്ല, നീണ്ടായിട്ടപ്പോ ഈ പുഴയൊക്കെ ഒഴുകിയത് ഇതിനു മുമ്പ്. അപ്പൊ അത് ഒഴുക്കണ പടച്ചവൻ തീരുമാനിക്കും എങ്ങനെ പോകണം. അപ്പൊ ഓസോൺ പാളി എന്ത് ചെയ്യണമെന്ന് അള്ളാഹു എന്ത് ചെയ്യും? തീരുമാനിക്കും. ഓസോൺ പാളി പിന്നെ പൊട്ടിച്ച് അതിൽ നിന്ന് വിഷവികിരണങ്ങളെ പുറത്തുവിടണമെന്നാണോ അള്ളാഹുവിന്റെ തീരുമാനം എന്ന് നടക്കും. അതല്ല അത് അടക്കണമെന്ന് പടച്ചവന് തീരുമാനം ഉണ്ടെങ്കിൽ അതടക്കും. അപ്പൊ ശാസ്ത്രലോകം പറയും
എന്തൊരു സ്ഥിരമായ കാരണത്താൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ഗവേഷണത്തിലാണെന്ന് പറയും. ആയിക്കോട്ടെ, ഗവേഷണം ചെയ്യാം, അതും സംഭവിക്കും അല്ലേ? അതും സംഭവിക്കും. എന്തേ നടന്നാ മതി? അസ്തഗ്ഫിറുല്ലാഹ്, അത് കുട്ടിയാ മതി. അള്ളാഹു നല്ല മഴ തരട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം കുളിപ്പിക്കട്ടെ. ഹൃദയം കുളിപ്പിക്കണ എന്താണ്? നല്ല മഴ കിട്ടുമ്പോൾ കുളിരുന്നത് പോലെ തന്നെ നല്ല മഴയാണിത്. ഏത് മഴ? ഖുർആൻ എന്ന മഴ. ആ മഴ എങ്ങനെ കെട്ടുകൊണ്ടും മൂടിക്കൊണ്ടിരുന്നാൽ ഹൃദയം കുളിരും. ഹൃദയം കുളിർന്നാൽ, മനസ്സ് കുളിർന്നാൽ നാട് കുളിരും. നിങ്ങൾ കണ്ണുനീര് കൊണ്ട്, നമ്മൾ കണ്ണുനീര് കൊണ്ട് മഴ പെയ്യിപ്പിക്കൂ, അള്ളാഹു അവന്റെ ആകാശത്ത് മഴ തരും. മനസ്സിലായില്ല? കണ്ണുനീര് കൊണ്ട് നാം അള്ളാഹുവിന്റെ മുമ്പിൽ മഴ പെയ്യിപ്പിക്കൂ, എന്നാൽ ഉടമസ്ഥൻ ആകാശത്ത് മഴ പെയ്യിപ്പിക്കൂ. അള്ളാഹ് പറഞ്ഞതാണല്ലോ, ഫതഹ്നാ അലൈക്കും അബ്വാബസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയൊക്കെ നമ്മൾ തുറന്നു കൊടുക്കും. എപ്പോ? സമൂഹങ്ങൾ നന്നായത്. അവിടെ അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അവിടെ ഇരുന്നു നമ്മൾ ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ നിശ്ചയം അല്ലാഹു അസീസാണ്, അല്ലാഹു പ്രതാപിയാണ്, അല്ലാഹു ഇസ്സത്തുള്ളതാണ്. പടച്ചോൻ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ പടച്ചോൻ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരാൾ വന്നിട്ട് ഏൽപ്പിച്ചരാൻ ഒരുമാതിരി അഭിമാനമുള്ള നമ്മളെന്ത് ചെയ്യും? അവൻ എന്തെടുത്തൊന്നല്ല അത് പറഞ്ഞേ, നമ്മളത് ചെയ്തു കൊടുക്കണ്ട. മോശമല്ലെങ്കിൽ അതിന്റെ ഒരു അയാളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് എന്താ? അള്ള പ്രതാപിയാണ്. എന്തേ കാര്യം? ഏൽപ്പിച്ചത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ള മോശക്കാരനല്ലേ? ആരാണ് അള്ളാഹു? അള്ളാഹു പ്രതാപിയാണ്, അഭിമാനിയാണ്. അസീസുൻ ഹക്കീമുൻ, എന്ത് ചെയ്യണമെന്നറിയുന്നവരുമാണ് അള്ളാഹു. ഹക്കീമാണ്, തത്വജ്ഞാനി, ജ്ഞാനിയൻ. ഹക്കീമാകുമ്പോൾ എന്തുണ്ടാവും? എങ്ങനെ ചെയ്യണമെന്നറിയാം. എങ്ങനെയെങ്കിലും ചെയ്താൽ ചിലപ്പോൾ കുഴപ്പമാവും. അപ്പോ അഭിമാനം കൊണ്ട് മാത്രം പോയാൽ പോരാ, എന്തുമാവണം? വിവരം ഉണ്ടാവണം. അതായത് ഈ അഭിമാനം ഉണ്ടാകണം എന്നതോടൊപ്പം തന്നെ എന്തുണ്ടാകണം? വിവരം ഉണ്ടാകണം. ചിലർക്ക് വലിയ അഭിമാനമൊക്കെ ഉണ്ടാവും, ചെയ്യണം എങ്ങനെയാണെന്നറിയില്ല, അപ്പൊ കൊളാവൂലേ? അങ്ങനെയല്ലേ? ചെയ്യണം എങ്ങനെയാണെന്നറിയാത്ത ആളുകളുണ്ട്. എന്നാൽ ഇത് രണ്ടും അള്ളാഹു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ കാര്യം നടത്തണമെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ ആര് തന്നെയാണ്? ഒരു സ്ഥലത്ത് ജയിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പരാജയപ്പെടുത്തുന്നു അള്ളാഹു. എന്തേ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹുവിന് ന്യായമുണ്ട്. അള്ളാഹുവിന് ഉഹദിന് പോരുമ്പോ സഹാബാക്കൾ എന്നെ ചോദിച്ചില്ലേ, നമ്മൾ പരാജയപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? അള്ളാഹു പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്കതിന് ന്യായമുണ്ട്. നിങ്ങൾക്കതിന് ന്യായമുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ അവിടെ ആദ്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഒപ്പം നിന്നു, പക്ഷേ ഇടക്ക് വെച്ച് നിങ്ങളൊന്ന് പിൻവലിഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? നിങ്ങൾക്ക് ഭീരുത്വം വന്നു. അതാ ന്യായം. എന്തിനാ ഇതൊക്കെ? നിങ്ങളെ പഠിപ്പിക്കാനാണ്, നിങ്ങൾ പരിശീലിക്കാനാണ്. അപ്പൊ അത് ومن يتوكل على الله فإن الله عزيز حكيم ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد ولو ترى കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയണത് പിന്നെ കാണാനിട്ടല്ല, അതൊരു തരം ഒരു നിങ്ങൾ കണ്ടറിഞ്ഞുണ്ടല്ലോ, വല്ലാത്തൊരു സംഭവമായിരുന്നു. അതാണ് ഒരു ഭാഷയിലൊക്കെ അതിന്റെ നാടൻ പ്രയോഗം നിങ്ങൾ ആലോചിച്ചാൽ ഖുർആന്റെ ആ ശൈലി എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടറിഞ്ഞ സംഭവം എന്തായിരുന്നു അല്ലേ? അതന്നെയാണ് ഇത്. വലോസറ, നബിയെ അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ, എന്ത് കണ്ടിരുന്നുവെങ്കിൽ? ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, മലക്കുകൾ ഈ സത്യനിഷേധികളെ അവരുടെ ജീവനെടുക്കുന്ന സമയത്ത് അങ്ങത് കണ്ടിരുന്നുവെങ്കിൽ നബിയെ, അവരുടെ മുഖത്തടിച്ചിരുന്നു, വാദ്ബാറഹും അവരുടെ പിന്നിലും അടിച്ചിരുന്നു. അങ്ങനെ അടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? മുഖത്തും കൊടുത്തു, ഒന്ന് ബാക്കിലും കൊടുത്തു. അങ്ങനെ അടിച്ച് ആ രീതിയിലാണ് അവരുടെ റൂഹിനെ എടുത്തത് എന്നർത്ഥം.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. മരണസമയം ഭീകരമാകുന്നത് മലക്കുകൾ ആ ഭീകരമായ അവസ്ഥയിൽ വരുമ്പോഴാണ്. ചില ആളുകൾ ഈ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ മരണം രേഖപ്പെടുത്താറുണ്ട്. അവരൊക്കെ ഭയന്ന് വരച്ചും ഭീകരമാം വിധവും മരിച്ചതിന്റെ രൂപങ്ങളെയും നമ്മൾ വേണമെങ്കിൽ ഈ വലിയ ആളുകളുടെ മരണത്തെ വേണമെങ്കിൽ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. ഹിറ്റ്ലർ ലോകത്തെ വർപ്പിച്ച ആളല്ലേ, പക്ഷെ അയാൾ മരിക്കുമ്പോൾ ഏറ്റവും ഭയചകിതനായിരുന്നു. അതേസമയം മുഅ്മിനീങ്ങൾ മരിക്കുമ്പോഴോ ശാന്താണ് അല്ലെ. മരിച്ച ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ വളരെ ശാന്താണ്. എന്തായാലും കാരണം അവരത് കണ്ടു മരിക്കാൻ. ആരെ കണ്ടു മരിക്കാൻ? അള്ളാഹുവിന്റെ മലക്കുകളെ. എങ്ങനെ കണ്ടു മരിക്കുന്നു? സന്തോഷത്തോടെ വന്ന് മരിക്കുന്നു. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മുൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങളെല്ലാവരും എന്റെ ചുറ്റുവട്ടത്തുനിന്ന് പോകണം. കാരണം മനുഷ്യരുടെ കൂട്ടത്തിലൊന്നും കാണാത്ത സുന്ദരമായ വദനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ആരാത്? അല്ലാഹുവിന്റെ മലക്കുകൾ. എന്നിട്ട് മഹാനവറുകൾ ആ ലോകം ഫിൽക്കദ്ദാറുൽ ആഖിറ, പാരത്രിക ലോകം. നജ്അലുഹാ, നാം അതിനെ തയ്യാറാക്കി വെച്ചു. ആർക്കു വേണ്ടി? ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ആളാകണമെന്ന് ആലോചിക്കാതെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ആലോചിക്കാതെയും ജീവിച്ചവർക്ക്. ഭൂമിയിൽ ഞാൻ ജീവിക്കേണ്ടത് എങ്ങനെയാകണം? ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ, ഭൂമിയിൽ ആരാകണം? നടത്തത്തിൽ പോലും മിതത്വം കാണിക്കണം. ഹൗനൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അവിടുത്തെ നടത്തത്തെ കുറിച്ച് ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, ഒരു കുന്നിറങ്ങി വരുന്നത് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചു നടന്നു. ഇങ്ങനെ നോക്കിയല്ല നടന്നത്. കുന്നിറങ്ങുമ്പോ എന്തുണ്ടാവും? എന്തുണ്ടോ? തല കുനിക്കും അല്ലേ, കീഴോട്ട് നോക്കും, എന്നിട്ടാ നടക്കല്. അതുപോലെ നടന്നിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബോഡി ലാംഗ്വേജ് കൂട്ടി ഇങ്ങനെയല്ല നടക്കാം നമ്മള്. അങ്ങനെയായിരുന്ന ഇബാദുർ റഹ്മാന്റെ ഏറ്റവും വലിയ മഹാൻ സയ്യിദ്നാ മുഹമ്മദ് റസൂൽ നടന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്നിറങ്ങി വരുന്നത് പോലെ നടന്നു എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിഡ്ഢികൾ വല്ലതെങ്ങാനും പറഞ്ഞാൽ അവരോട് വിട പറയുമായിരുന്നു അവർ. വിഡ്ഢിത്തം വരണവന്റെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ വിഡ്ഢിത്തം നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ട, അത് നമ്മളിലേക്ക് പകരേം വേണ്ട. അതാണ് വഇദാ ഖാതബഹുൽ ജാഹിലൂൻ, ജാഹിലുകൾ അവരോട് സംസാരിച്ചാൽ ഖാലു, അവർ പറയും സലാമൻ, പോട്ടെട്ടോ സമയം കുറച്ചായി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. സലാം എന്നത് അസ്സലാമു അലൈക്കും പറയലല്ലാന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. കാരണം അവിടെ സലാം ഏതാണ് സലാം? ശരി ഞാൻ പോട്ടെ, കുറച്ച് സമയം, അതാണ്. അത് വിഡ്ഢിത്തം കേൾക്കാൻ നിൽക്കണ്ട. വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ എന്താണത്? അനിസ്ലാമികതയാണ് വിഡ്ഢിത്തം. ഏതാ വിഡ്ഢിത്തം? അനിസ്ലാമികതയാണ്. അത് കേട്ടു നിൽക്കരുത്. അതിന്റെ മുമ്പിൽ നിന്ന് സലാം പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സലാം പറയണം അല്ലെ? നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ പലതിനോടും നമുക്ക് സലാം പറയേണ്ടി വരും. കാരണം അതൊക്കെ ജഹാലത്താണ്. ജഹാലത്തിനോട് സലാം പറയണം എന്നതാണ് മുഅ്മിന്റെ ലക്ഷണം. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അപ്പോ അത് തന്നെയാണ് ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അവസാനം ജയിക്കാനാവുക. അവന്റെ സ്വഭാവം ലാ യുരീദൂന ഉലുവ്വ, ഭൂമിയിൽ ആളായിട്ടില്ല, വലാ ഫസാദ, ഭൂമിയിൽ അങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഞാൻ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരിക്കൽ. ഈ ആയത്തിന്റെ പ്രത്യേകത പിന്നെ ഒരുപാട് വലിയ പ്രത്യേകതയുള്ള ആയത്താണ്. വ്യക്തിപരമായി എനിക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എനിക്കൊരു മഹാൻ ഇത് ഓടിത്തുന്നതാണ്. ആഖിബത്ത് നന്നാവണം എന്ന് ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഓടിത്തുന്ന ആയത്താണ് ഈ ആയത്ത്. മഹാനായ പിന്നെ കീഴ്ശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു മഹാനാണ്. ഞാൻ ചെന്ന് പേടിച്ച് ചോദിച്ചപ്പോ ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓടിത്തുന്നു. ഏത്? ഈ ആയത്ത് തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ബാക്കി ഓതാൻ പറഞ്ഞു.
വലാഖിബത്തുൽ മുത്തഖീൻ ഞാൻ തിരിച്ചോടി. എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പം തന്നെ പോകുന്നു. കാരണം എന്താ വെച്ചാൽ ഇനി രണ്ടാമതൊന്നും പറയാതിരിക്കും, അത്രയും കിട്ടലും മതിയല്ലോ. അള്ളാഹു ആഖിബത്ത് നന്നാക്കട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അവസാനം രക്ഷപ്പെടാന്നുള്ളതാണ് ഏറ്റവും വലിയ രക്ഷ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. സഹോദരന്മാരെ, അതാണ് രക്ഷപ്പെടൽ. എല്ലാ ഓട്ട മത്സരത്തിന്റെ അവസാനം എന്താണ്? ചിലപ്പോ ചില കുട്ടികൾ നേരെ വല്ലാതെ ഓടും അല്ലെ, ഓടി ഓടി അവസാനം ആ ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോ അവർ വീണോവും. അപ്പൊ ഉണ്ടാവും പതുക്കെ ഓടി വന്ന ആള് ഫിനിഷിംഗ് പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പോ ശരിക്കും എപ്പോഴാ രക്ഷപ്പെടേണ്ടത്? ഫിനിഷിംഗ് പോയിന്റിലാണ് രക്ഷപ്പെടേണ്ടത്. ഫിനിഷിംഗ് പോയിന്റ് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിൽ മുഴുവൻ പോയി. പക്ഷെ ഫിനിഷിംഗ് പോയിന്റ് ജയിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഈ പറഞ്ഞ ഗുണമൊക്കെ വേണം. അല്ല വെറുതെ ഫിനിഷിംഗ് പോയിന്റിൽ ഇത് വേറെ പണിയുണ്ട്. ഓട്ട മത്സരത്തിന്റെ സ്വഭാവം അനുസരിച്ച് വല്ലാതെ ഓടിയ അവിടെ ചെല്ലുമ്പോൾ തളരും എന്നുള്ളതുകൊണ്ട് വല്ലാതെ നിൽക്കൊന്നും വേണ്ട. ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ തളരണ്ട എന്നല്ല വിചാരം. അങ്ങനല്ല. ഇതിന്റെ ഗുണങ്ങളും സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിർത്തി പോയാൽ അവസാനം വരുമ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എന്താവും? അതാണ് രക്ഷ. അവിടെയാണ് രക്ഷ. ഇപ്പൊ രക്ഷപ്പെട്ടു എന്നൊന്നും ആരും വിചാരിക്കരുത്. അവസാനത്തെ രക്ഷപ്പെടലാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് സിദ്ദീഖും വിചാരിച്ചിരുന്നില്ല അല്ലെ, റളിയല്ലാഹു അൻഹു അല്ലേ. അതുകൊണ്ട് എന്ത് പാടി എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറ്റിയൊരു ബൈത്താണത്. എന്ത് ചൊല്ലി? നിങ്ങളത് ചെല്ലിയില്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ശരിയാവില്ല അത്. അല്ല, അത് ചെല്ലണം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ നിരന്തരം ചെല്ലി എന്ന് പറയുമ്പോ ഇനി അത് ചെല്ലിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയാ? ഇലാഹി ലസ്തു ലിൽഫിർദൗസി അഹ്ലൻ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. ഇലാഹി ലസ്തു ലിൽഫിർദൗസി അഹ്ല വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബ്നി തൗബതൻ തഗ്ഫിർ ദുനൂബി ഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. പടച്ചോനെ, നിന്റെ ഫിർദൗസിനൊന്നും ഞാൻ അർഹനല്ല. ആരാ പറയണേ? ഫിർദൗസിന്റെ മുമ്പിൽ ചെന്നാൽ ഓരോ വാതിലിനും നിന്നെ കൈകാട്ടി വിളിച്ച് സ്വാഗതം ചെയ്യാൻ വേണ്ടി മലക്കുകൾ മത്സരിക്കുമട്ടോ സിദ്ദീഖ് എന്ന് പറയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് പാടിയെങ്കിൽ നമ്മൾ നിരന്തരം പാടണം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. എന്നാ ഞാൻ നരകത്തിൽ പോകാനോ എനിക്കിട്ട് പറ്റൂല. വല അഖ്വ അലാ നാരിൽ ജഹീമി. നരകത്തിൽ കിടക്കാൻ കഴിയില്ലല്ലോ, എനിക്കതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് റബ്ബേ, ഒറ്റ കാര്യമുള്ളൂ, ഫഹബ്ലി തൗബത്തൻ, നീ ഔദാര്യമായിട്ട് എനിക്ക് തൗബ തരണം. എന്തെങ്കിലും യോഗ്യത കൊണ്ട് തൗബ തരണമെന്നാണോ? ആ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചോക്കെ. പർസനെ നീ എനിക്ക് തൗബ തന്നെ മതിയാവൂന്നാണോ? ഫഹബ്ലി തൗബത്തൻ, പർസനെ നീ എനിക്ക് ഔദാര്യമായി തൗബ തരണം. നിന്റെ ഓശാരമാണത്, നിന്റെ ഔദാര്യമാണത്, അല്ലാതെ എന്റെ അധികാരമല്ലാതെ. ഞാൻ ചോദിച്ചാൽ നീ തരണമെന്ന് നിന്റെ മേൽ ഞാൻ ഏതെങ്കിലും ബാധ്യത ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് നിന്റെ ഔദാര്യം നീ എനിക്ക് നൽകണം. ഫഹബ്ലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി, എന്നിട്ട് എന്റെ പാപങ്ങൾ പൊറുക്കണം. നിന്റെ പാപങ്ങളെ പൊറുക്കുന്നവനല്ലോ തമ്പുരാനി എന്നാണ്. അതുകൊണ്ട് എന്താവണം? നിരന്തരം ഈ ബൈത്ത് ചെല്ലണം. ഈ ബൈത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെല്ലി 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 ജീവിച്ചവരാണ് അവസാനം അതിരങ്ങ് പോകാൻ പറ്റുക. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ഇത്തരം ബൈത്തുകളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്യൽ ഒരു സ്വഭാവമാക്കി മാറ്റണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ജീവിതത്തിൽ ഒരു 70 പ്രാവശ്യം വരെ ദിവസം അത് ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്യണം. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. അവരുടെ മുഖത്തും അവരുടെ പിന്നുകളിലും അടിക്കുക മാത്രമല്ല, അവരോട് പറയുകയും ചെയ്തു, കത്തിച്ചാമ്പലാകുന്ന വിധമുള്ള ഈ അദാബിനെ നീ രുചിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു. അവിടുന്ന് തുടങ്ങി നടത്തും. പിന്നുള്ളതൊക്കെ എന്താ ആലോചിച്ച്? അതാണ് ലക്ഷണം. എവിടെ നിന്ന് തുടങ്ങും? ഖബറിൽ നിന്ന് തുടങ്ങും. ഖബർ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. ഖബർ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ എന്ത് ചെയ്തത്? ഖബറിനെ കണ്ടപ്പോഴാ പേടിച്ചിട്ടുള്ളൂ. നരകം പറഞ്ഞാൽ മൂപ്പർക്ക് കാര്യം നരകം അവിടെ എത്തണ്ടേ, അതിനു മുമ്പ് എവിടെ എത്തണം? ഖബറിലെത്തണം. ഖബറിൽ രക്ഷപ്പെട്ടാലോ പിന്നെ ഓക്കെയാണ്, അവിടെ തന്നെ ഓക്കെയാണ്.
അതുകൊണ്ട് നരകത്തെക്കാളേറെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പേടിച്ചത് ഇതിലാണ്, ഖബറിലാണ്. മാത്രമല്ല അവിടെ ചെക്കണം അല്ലെ, എന്താ MRI സ്കാനിങ് ചെയ്ത പോലെയാണ്. ഒറ്റക്ക് കേൾക്കണം, ഒരു പണിയില്ല, ഒറ്റക്ക്. കൂട്ടുണ്ടാവും, ആരെങ്കിലും കൂട്ടുണ്ടാവും. ആരാ? അമൽ സാലിഹാത്തും ഖുർആനും സുന്ദര മനുഷ്യരൂപം ആയി വന്നു നിന്ന് നമ്മളോട് പറയൂത്രേ, സന്തോഷിച്ചോട്ടോ ഞാനിവിടെ ഉണ്ട്. അതെ അതെ, സൂറത്തുൽ മുൽക്കും ഒക്കെ ഓതിയാൽ ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ സന്തോഷമായിട്ട് കിടന്നോ എന്ന് പറയും. അപ്പോ സന്തോഷിക്കാൻ ആരുണ്ടാവും? കൂടെ ഖുർആനുണ്ടാവും. പതിവാക്കണം. തബാറക്കയും അതായത് സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന് രക്ഷപ്പെടാൻ പറ്റിയ ഒന്നാണ് സൂറത്തുൽ വാഖിയ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഒന്നും എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ എന്റെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ദാരിദ്ര്യത്തിന് രക്ഷപ്പെടാൻ പറയുന്നു. അത് മാത്രം ദാരിദ്ര്യം ഇല്ലാതാവും. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നുന്നു അതിപ്പോ അല്ലെങ്കിലും ഇല്ലല്ലോ, പിന്നെ എന്തിനപ്പോ നോക്കണ്ട. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും നമുക്കത് മാറിയിട്ട് വല്ല സമയമുണ്ടോ? സൂറത്തുൽ വാഖിയ അതൊക്കെ മാറ്റിട്ട്. അതുകൊണ്ട് ഖുർആൻ ഒരു പതിവായി ജീവിതാക്കുക. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. വദൂഖുൽ അദാബ, നിങ്ങൾ അദാബിനെ രുചിച്ചോളൂ എന്ന് മലക്കുകൾ പറയും. അതിന്റെ ഒരു ഇതാണല്ലോ, അതായത് ഒരു പേടിപ്പിക്കലാണ്. പോരടാ നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറഞ്ഞ പേടിപ്പിക്കലാണ്. മഹാനായ അഖ്ബറ സ്വഹാബിയുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ മുമ്പിൽ ഒരു സ്വഹാബി എന്നിട്ട് പറയുന്നുണ്ട്, ഖാല ലഹു യാ റസൂലല്ലാഹ് ലഖദ് റഅയ്തു ഫീ ലഹരി അബീ ജഹലിൻ മിസ്ല ശിറാഖിൽ നഅൽ, ഒരു ചെരുപ്പ് കൊണ്ട് അടിച്ച പോലെ ബാക്കിൽ ഒരു പാട് കണ്ടിരുന്നു. ആരെ? അബൂജഹലിനെ. ഐ അലാമത്തൻ മിനൽ ദർബി ശദീദി ലാഹിറത്തൻ അലാ ജസദി, ശരീരം മുഴുവനും വല്ലാത്ത അടിയടിച്ചതിന്റെ ഒരു പാട് കണ്ടിരുന്നു എന്ന് പറഞ്ഞു സയ്യിദുനാ മുഹമ്മദ് റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മലക്കുകളുടെ അടിയാണ്. മലക്കുകൾ ആരടിച്ചു? അബൂജഹലിനെയും കൂട്ടരെയും അടിച്ചതിന്റെ അടിയാണ്. അപ്പൊ ഒരു സഹാബി വേറൊരു സഹാബി വന്ന് റസൂലുള്ളാഹി അടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖാല യാ റസൂലല്ലാഹ് ലഖദ് ഹമംതു ബി അൻ അഖ്തുല ഫുലാനൻ ഫതവജ്ജഹതു ഇലൈഹി ബിസൈഫി, ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വാളെടുത്തിട്ട് ചെന്നു. അപ്പൊ നോക്കുമ്പോണ്ട് വഖബല അൻ യസ്ല സൈഫി ഇലാ റഖബതിഹി റഅയ്തു റഅസഹു ഖത്താറ മിൻ ഫൗഖി ജസദിഹി, ഞാൻ ഇങ്ങനെ വാള് വീശിനക്കായ മുമ്പുണ്ട് അയാളുടെ തല ഇങ്ങനെ പറക്കുന്നു. ഖത്താറ ഖത്താറ എന്തായി? താറ പറക്കൻ. فقال له رسول الله صلى الله عليه وسلم سبقك إليه الملك, നിനക്ക് മുമ്പ് ആര് പണിയെടുത്തു? മലക്ക് പണിയെടുത്തു. സബഖക ഇലൈഹി, അവന്റെ നേരെ നിന്നേക്കാൾ മുന്നേ കടന്നു ആര്? അൽ മലക്കു, മലക്ക് എന്തു ആണ്? സ്വഹാബാക്കൾ വാടങ്ങുന്നതിന് മുമ്പ് തന്നെ മലക്ക് കഴിച്ചു വെട്ടിയിരുന്നു. അതുകൊണ്ടാണ് അബൂജഹലിന്റെ പുറത്ത് നല്ല ചെരുപ്പിന്റെ അടിയടിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, എന്ത് വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ പിന്നിലും അവരുടെ മുഖത്തും അടിച്ചു. നബി അതങ്ങാൻ നിങ്ങൾ കണ്ട ഭയങ്കര സംഭവം. വലൗ തറ ആ പ്രയോഗത്തിന്റെ രീതി അതാണ്. നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ അത് സംഭവം. നിങ്ങൾ കണ്ടില്ലല്ലോ, നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഇത് യതവഫല്ലദീന കഫറു തവഫി, പൂർത്തിയാക്കാൻ, അവസാനിപ്പിക്കാൻ. തവഫയുടെ അർത്ഥം എന്താണ്? പൂർത്തിയാവാന്നുള്ളൂ. ചിലപ്പോ പൂർത്തിയാകണേനും അത് പറയും. പൂർത്തിയാകലാണല്ലോ ഏത്? മരണം, അതിലും പറയും. ഒരു പ്രയോഗം വാക്കർത്ഥത്തിലും ഉപയോഗിക്കാം, അതോടൊപ്പം തന്നെ ആലങ്കാരികമായും ഉപയോഗിക്കാം. ആലങ്കാരികമായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ സന്ദർഭമാണ് ആലങ്കാരിക പ്രയോഗത്തെ പറഞ്ഞു തരേണ്ടത്. വാഗർത്ഥം പറയേണ്ടതും സന്ദർഭമാണ്, അല്ലേ? ഈസ നബി അലൈഹി ഇസ്ലാമിന് നേരെ തവഫ ഉപയോഗിച്ചപ്പോൾ അവിടെ സന്ദർഭം പറഞ്ഞു തരുന്നു. എന്ത് കോണ്ടെക്സ്റ്റ് പറയണം? എന്താണ്? അതെന്തല്ല, മരണമല്ല, മറിച്ച് ആ സമയത്തിന്റെ ദൗത്യപൂർത്തീകരണം കഴിഞ്ഞു. അള്ളാഹു എന്ത് ചെയ്തു?
കോണ്ടക്സ്റ്റ് ഇല്ലാത്ത ഒരു വചനവും അർത്ഥത്തെ എന്ത് ചെയ്യുന്നില്ല, ദ്യോതിപ്പിക്കുന്നില്ല. ഒരു ഭാഷയുടെ നിയതമായ ഒരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് അക്ഷരങ്ങളിൽ വായിക്കാൻ തുടങ്ങുന്നത്. അക്ഷരങ്ങൾ വായിച്ചാൽ അപകടങ്ങളിലാണ് എത്തുക. മറിച്ച് എന്ത് വേണം? കോണ്ടക്സ്റ്റിൽ വായിക്കണം, കോണ്ടക്സ്റ്റിലൂടെ വായിക്കണം. അതായത് സന്ദർഭത്തിൽ നിന്ന് വായിക്കണം. ഇതിന്റെ സന്ദർഭം ഇവിടെയാണ്, ഈ സന്ദർഭം വേറെ എവിടെയാണെങ്കിലോ അത് വേറെ അർത്ഥം കൊടുക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ഇവിടെ ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. നിങ്ങൾ എന്ത് ചെയ്തോളണം? നിങ്ങൾ രുചിച്ചോ, നല്ല കടുത്ത, നിങ്ങളെ കരിച്ചു കളയുന്ന അദാബിനെ നിങ്ങൾ രുചിച്ചോളൂ എന്ന് മലക്കുകൾ പറയുകയും ചെയ്യും എന്നുള്ളത്. ഇതൊക്കെ എന്റെ സംഭവം, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ അടിമകളോട് അക്രമം കാണിക്കില്ല. നിങ്ങൾ എന്തു ചെയ്തു അതാണ് അള്ളാഹു ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ചെയ്തത് അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. എന്ത്? ഭൂമിയും ആകാശവും കടലും കരയും നശിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്താണ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങളുടെ കൈ ചെയ്തതാണ് ഐദിന്നാസ്. ഒരു ഓഷ്യനോളജിയും പഠിപ്പിക്കപ്പെടാത്ത മുഹമ്മദ് നബി ഈ സാഗരം മുഴുവനും വിഷലിപ്തമാകുമെന്ന് പറയുന്നു. ഒരു കോസ്മോളജിയും കാണാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആകാശത്ത് നിന്ന് വിഷം ഇറങ്ങുമെന്ന് പറയുന്നു. ആകാശം ഇന്ന് വിഷം പിന്നെ ഉത്സർജിക്കുന്നു അല്ലേ? അതിന് അവൻ ശാസ്ത്രം പറഞ്ഞു തരുന്നു, നിങ്ങളുടെ മുമ്പിലുള്ള കൊട പോയി ഓസോൺ പാളികൾ തകർന്നു പോകുന്നു. ആ ഓസോൺ പാളികൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു കട്ടി പോലെ നിൽക്കുന്നത് ഭൂമിയെ വീണ്ടും വീണ്ടും ഈ ചൂടിനെ ഭൂമിയിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. ഒരിക്കലും ഭൂമിയിൽ നിന്ന് ഈ ചൂട് പോകാത്ത വിധം ഇതൊരു ചുട്ടുപഴുത്ത ഗ്രഹമായി മാറാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് ഈ മരുപ്പച്ച പോലും മരുക്കാടായി പോകും എന്ന് നമ്മളെ ശാസ്ത്രം പേടിപ്പിക്കുന്നു. ഈ മരുപ്പച്ച, കേരളം എന്ന മരുപ്പച്ച പോലും മരുക്കാടായി പോകുമോ എന്നാണ് ഭയപ്പെടുത്തുന്നത്. അതിനെന്താണ്? ഏലിയാസ് പ്രതിഭാസം. എന്താണ്? എന്ത് പ്രതിഭാസാടോ എങ്ങനെയായത്? എന്ത് പ്രതിഭാസാണ്? പുതിയൊരു പ്രതിഭാസത്തിന്റെ പേരുണ്ട്. എനിബഡി? എലിനോവോ എന്തിനും പറയാ? ഏതോ റഷ്യൻ പേര് പോലെ തോന്നുന്നു. എലിനോ? എല്ലിനോ ഉണ്ടോ? എൽ നിനോ അങ്ങനെയാണല്ലേ? എന്തൊക്കെയോ പ്രതിഭാസത്തിനൊക്കെ അവരുടെ പേരിടാന്നല്ലാതെ പ്രതിഭാസമൊന്നുമല്ല സംഭവം. കാറ്റിന് ശോശാമ, ത്രേസ്യാമ, റോസാമ കുട്ടി ഇങ്ങനെയൊക്കെ പേരിട്ടില്ലേ? അതുപോലത്തെ പേരുകളിൽ നിങ്ങൾ വിശ്വസിച്ചു പോകുന്നു. അതാണ് എടുക്കാൻ നമ്മളെ എന്താ ഈ പ്രതിഭാസമാണ് കാരണം. അല്ല, എന്താ കാരണം? ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളാണ് കാരണം. എവിടെയാ കാരണം? കാരണം കിടക്കുന്നത് റബ്ബിനെ അനുസരിക്കാതെ പോയ മനുഷ്യന്റെ ദുരയും അഹങ്കാരവും അവന്റെ ഇച്ഛയും ആണ് അതിന്റെ കാരണം. ആ ഇച്ഛകൾക്കു നേരെയാണ് എന്ത് ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ടത്. അപ്പോൾ എന്തു ചെയ്യും? ആകാശത്തിന് മഴ പെയ്യും. അതുകൊണ്ടാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മഴ പെയ്യാൻ ദുആർക്കാൻ വേണ്ടി കൂടിയ യോഗത്തിന്റെ പ്രാർത്ഥനയിൽ ഒന്നും പറയാതെ എന്തു ചെയ്തു പറഞ്ഞു? എല്ലാരും വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞു. എന്നിട്ട് പൊക്കളാൻ പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്, അല്ല ദുആയിരുന്നില്ലല്ലോ? അതന്നെ ദുആ. ഏത്? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ യുർസിലില്ലാഹു യുർസിലിസ് സമാ അലൈക്കും, നിങ്ങൾക്ക് മേൽ ആകാശത്തെ അല്ലാഹു തരും. അതുകൊണ്ട് അന്നല്ലാഹു ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു അടിമയോട് എന്ത് ചെയ്തിട്ടില്ല? വല്ലാം, കടുത്ത അക്രമിയായിട്ടില്ല. അല്ലാഹു ഒരിക്കലും ഒരു ചെറിയ അർത്ഥത്തിൽ പോലും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ ഉള്ളിലെ ഒരു ചെറിയ കരടിന്റെ അത്ര പോലും അടിമയെ അതിക്രമിക്കുന്നില്ല പടച്ചവൻ. മറിച്ചോ ഇങ്ങോട്ട് എന്തു ചെയ്യുന്നു അതിനകത്തുള്ള കൃത്യമായ
എപ്പോഴും വിടുകണ്ട് അധികം കൂടുമ്പോ അള്ളാഹു റബ്ബുൽ ഇവിടെ കണ്ടത് ഫറോവ കുടുംബത്തിന്റെ സ്വഭാവം പോലെ. ഫറോവ കുടുംബത്തിന്റെ സ്വഭാവമല്ല, ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ജനതയുടെയും സ്വഭാവം. അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അവരെ അള്ളാഹു അവരുടെ ഈ പാപത്തിന്റെ കാരണം കൊണ്ട് തന്നെ പിടികൂടി. അള്ളാഹു ശക്തനാണ്, അള്ളാഹു കടുത്ത ശിക്ഷകനാണ്. അള്ളാഹു കടുത്ത ശിക്ഷകനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഞാൻ വിശദീകരിച്ചു തരാം. ഫറോവയുടെ പതിവ് രീതികളും ലോകത്ത് വന്ന എല്ലാ ഭരണാധികാരികളും അഹങ്കാരികളായി മാറിയിരുന്നു. അതിലൊന്നാമനാണ് ആര്? ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അല്ലാഹു പറഞ്ഞു, നിശ്ചയം ഫറോവ അലാ ഫിൽ അർള്, അവൻ ഭൂമിയുടെ ആധിപത്യം ഏറ്റെടുത്തു. എന്നിട്ട് അവൻ എന്തേ ചെയ്തത്? വജഅല അഹ്ലഹാ ശിയഅൻ, ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ ലോകത്ത് ആദ്യം നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരല്ല മക്കളെ. ആരാണ്? ഫറോവയാണ്. ഇമ്പീരിയലിസ്റ്റാണ് അയാൾ. ഒരു ഇമ്പീരിയലിസ്റ്റാണ്. ലോകത്തെ എല്ലാ ഈ ഇമ്പീരിയലിസവും ആ പൊളിറ്റിക്സ് എപ്പോഴും എന്താ ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ആൻഡ് റൂൾ. വജഅല അഹ്ലഹാ ശിയഅൻ, അവരെ അവൻ തട്ടുകളാക്കി, വിഭാഗങ്ങളാക്കി, വർഗങ്ങളാക്കി തിരിച്ചു. ശീഅത്തുകൾ, വിവിധ ഗ്രൂപ്പുകളാക്കി മാറ്റി. എന്നിട്ടോ ഒരു വിഭാഗം ആളുകളെ അവൻ ആരാക്കി? അടിമകളാക്കി മാറ്റി. അവരെ ദുർബലരാക്കി, അവരെ സമൂഹത്തിലെ പാർശ്വന്മാരാക്കി. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ആലോചിച്ച് നോക്കൂ. അതന്നെ ഇന്ത്യയിൽ നടക്കുന്നത് എന്താ? ഇന്ത്യയിലെ ദളിത് വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും എപ്പോഴും സൈഡ് ലൈൻ ചെയ്യുന്നു, പാർശ്വവൽക്കരിക്കുന്നു. എന്തേ കാരണം? അങ്ങനെ പാർശ്വവൽക്കരിക്കുമ്പോ ഒരു വിഭാഗത്തിന്റെ വലിയ പിന്തുണ രൗദ്രമാം വിധം ആർക്ക് ലഭ്യമാകും? ഭരണകൂടത്തിന് കിട്ടും. അതാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം. ഡിവൈഡ് ആൻഡ് റൂൾ. ലോകത്തെ എല്ലാ ഏകാധിപതിയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയം അതാണ്. ഏകാധിപത്യത്തിന്റെ പൊളിറ്റിക്സ് എവിടെ നിൽക്കുന്നു? വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവനൊരു വിഭാഗത്തെ സൈഡ് ലൈൻ ചെയ്യുന്നു. എന്നിട്ടോ യുദബ്ബിഹു അബ്നാഅഹും, ആൺകുട്ടികളെ അറുത്തു കൊല്ലുന്നു. വയസ്തഹി നിസാഅഹും, പെണ്ണുങ്ങളെ അപമാനിക്കുകയും ചെയ്യുന്നു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ കൂട്ടത്തിൽ ഒന്നാമനവനാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അവനിൽ നിന്നാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ളവരുടെ ചരിത്രം പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്. സ്വയം നന്നാവാൻ തയ്യാറുണ്ടോ? അള്ളാഹ് നന്നാക്കി തരും. നമ്മൾ നന്നാവണം. ഒരു ജനതയിൽ അള്ളാഹു മാറ്റം ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നാം, അതായത് ജനതയിൽ മാറ്റം വരലാണ്. ശിക്ഷ വരണമെങ്കിലും ജനത മാറും, അനുഗ്രഹം വരണമെങ്കിലും ജനത മാറണം. ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. അള്ളാഹു നമുക്ക് ഈ കൊടും ചൂടിൽ രക്ഷ അള്ളാഹു തരുമാറായി. റഹ്മാനായ റബ്ബേ, ഈ വിശുദ്ധമായ സദസ്സിലിരുന്നത് പോലെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ വലിയ വലിയ തെറ്റുകാരാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്റെ മുമ്പിൽ ദുർബലരായ വിശ്വാസികളാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈമാൻ കൊണ്ട് കടുപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. റഹ്മാനെ, നീ മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇത് മാപ്പ് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരുമില്ല. റഹ്മാനെ, അള്ളാഹുവേ, നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ ഹക്കുകൊണ്ട്, നിന്റെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ള ഞങ്ങളുടെ ഈ ആഗ്രഹത്തിന്റെ ഹക്കുകൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ പാപങ്ങളിൽ ഒന്നുകൊണ്ട് പോലും നീ ഞങ്ങൾക്ക് അദാബുകൾ തരരുതേ റഹ്മാനെ. ഭൂമിയിലോ ആഖിറത്തിലോ ഞങ്ങൾക്ക് അദാബുകൾ തരരുതേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കുന്ന മലക്കുകളെ നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മലക്കുകളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളുടെ മരണത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്ന മലക്കുകളെ തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഞങ്ങളുടെ ഈ സദസ്സിലിരിക്കുന്നത് പോലെ ഞങ്ങളെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. ഈ സമയം അത്രയും അവർ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ ക്ലാസ് കേൾക്കാനിരിക്കുന്നുണ്ട് തമ്പുരാനെ. ആ പ്രവാസി സഹോദരന്മാരെയും ഈ സദസ്സിന്റെ ഒപ്പം നീ കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്.
അള്ളാഹുവേ അവിടെയും കാലാവസ്ഥകൾക്ക് മാറ്റം വരുന്നു. ലോകാടിസ്ഥാനത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരൻ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അറബുൽ എല്ലാ സഹോദരന്മാർക്കും നീ നന്മ ചെയ്യാനെ, മധ്യേഷ്യയെ നീ സംരക്ഷിക്കണേ അല്ലാ. റഹ്മുറാഹിമിനെ അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ അല്ലാ. ഈ മലയാള നാട് എന്നും പച്ചപ്പോടെ കൂടെ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം അറേബ്യൻ ഭൂവിഭാഗങ്ങളുടെ സമ്പത്താണ്. അള്ളാഹുവേ ആ സമ്പത്തിനൊരു ഇളക്കവും വരുത്തരുതേ റഹ്മാനെ. അള്ളാഹുവേ അവിടെയുള്ള ജോലികളിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. റഹ്മാനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. റഹ്മുറാഹിമീനെ നാട് കാണാനും നാട്ടിൽ ജീവിക്കാനും തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. കാരുണ്യവാനായ അല്ലാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെയും നീ ആരോഗ്യത്തിലും ആയുസ്സിലും ഇബാദത്തിലും ജീവിപ്പിക്കണേ അല്ലാ. ഇബാദത്തിന്റെ മധുരം ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കി തരണേ റഹ്മാനെ. ഇബാദത്തിന്റെ മധുരവും അനുഭവങ്ങളും ആസ്വാദ്യതയും നൽകണേ തമ്പുരാനെ. റഹ്മുറാഹിമീനായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങൾ നീ ഭദ്രത നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളാണ് റഹ്മാനെ. എത്രമേൽ വലിയ രോഗമാണെങ്കിലും നിനക്കറിയാം അള്ളാഹുവേ. അതെല്ലാം നീ ശിഫാ ചെയ്യണേ റബ്ബേ. ഞങ്ങളിലും മാരകമായ രോഗങ്ങൾ വരുത്തരുതേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ശരീരങ്ങളിൽ ആരോഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിലെ രോഗികൾക്ക് നീ രോഗങ്ങളെ ശിഫാ ചെയ്യണേ റബ്ബേ. റഹ്മുറാഹിമീനായ തമ്പുരാനെ, ആയുസ്സും ആരോഗ്യവും കൂടുതൽ നൽകണേ അല്ലാ. അതെല്ലാം നിന്റെ തൃപ്തിയിലാക്കണേ റബ്ബേ. അവസാനം മരിക്കുമ്പോഴും നിന്നെ ഓർത്തു മരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. റഹ്മുറാഹിമീനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ. അവരെ നീ ആബിദീങ്ങളാക്ക് തമ്പുരാനെ. അവരെ നീ ഹാഫിലീങ്ങളാക്ക് തമ്പുരാനെ. അവരെ നീ നിന്റെ ദീനിന് ഉപകാരപ്രദമാക്കണേ അല്ലാ. അവരെ ഞങ്ങൾക്ക് ആനന്ദമാക്കണേ അല്ലാ. അവരെ നീ ആഖിറത്തിൽ ഞങ്ങളുടെ സഹായികളും ശുപാർശകരുമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ രണ്ട് ലോകത്തും നീ അവർ ബുദ്ധിമുട്ടാക്കരുതേ തമ്പുരാനെ. അവരുടെ വൈകല്യങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങളെ നീ ശിഫാ ചെയ്യണേ അല്ലാ. അവരെ നീ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി നീ നിർത്തരുതേ അല്ലാ. അവരെ നീ സന്തോഷമാക്കി തരണേ അല്ലാ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. റഹ്മുറാഹിമീനെ, ഈ മക്കളൊക്കെ പരീക്ഷകൾ നേരിടുന്നവരാണ് അള്ളാഹുവെ. അവർ വിവിധ ഉദ്ദേശ വിദ്യാഭ്യാസത്തിലാണ് അള്ളാഹുവെ. ആ വിദ്യാഭ്യാസത്തിനെ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അത് നീ സമൂഹത്തിന് ഉപകാരപ്രദമാക്കണേ അല്ലാ. അവർക്കും നീ ഉപകാരപ്രദമാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന് ഉപകാരപ്രദമാക്കണേ അല്ലാ. റഹ്മുറാഹിമീനായ റബ്ബേ, മക്കളില്ലാത്ത സഹോദരന്മാർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ മനസ്സുകളെ നീ തൃപ്തിപ്പെടുത്തണേ തമ്പുരാനെ. സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെയും അവർ ചെയ്യുന്ന സഹായങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അതുവഴി അവരെ നീ സഹായിക്കണേ റഹ്മാനെ. റഹ്മുറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കറബ്ബേ. അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അവരുടെ ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ യാത്രകൾ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അവരുടെ ആയുസ്സിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റഹ്മുറാഹിമീനെ, ഈ പള്ളിക്കും ഈ സ്ഥാപനങ്ങൾക്കും സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും സഹായിക്കുന്നവരെ സഹായിക്കണേ തമ്പുരാനെ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബേ, ഈ ഉമ്മത്തിനെ സഹായിക്കണേ അല്ലാ. നാട്ടിലെ ചൂടിനെ നീ വർദ്ധിപ്പിക്കരുതേ അല്ലാ. അത് ചൂട് വർദ്ധിച്ചാൽ ലോകത്തൊരാൾക്കും അതിനെതിരെ ഒന്നും ചെയ്യാനില്ല തമ്പുരാനെ. നീ മാത്രമാണ് അതിന്റെ മുഴുവൻ കാര്യകർത്താവ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നാട്ടിലെ ചൂടിനെ നീ കുറച്ചു കൊണ്ടുവരണേ റബ്ബേ. ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ നീ മരുപ്പച്ചയാക്കി ഈ നാടിനെ നീ വസന്തമാക്കി നിലനിർത്തണേ അല്ലാ. ഈ നാട്ടിൽ നീ ഒരു അപകടവും ഒരു ദുരന്തവും വരുത്തരുതേ റഹ്മാനെ. റഹ്മുറാഹിമീനെ, മഴ നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളെ കുളിർക്കണേ അല്ലാ. ഞങ്ങളുടെ ഭൂമിയെ കുളിർപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെ നീ ചൂടിലിട്ട് വേവിക്കരുതേ അല്ലാ. അള്ളാഹുവേ, എത്ര മനുഷ്യർ ഈ സമയത്തും ഈ ചൂട്ടിൽ വെന്തു നീറുന്നു തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ ആശ്വാസം കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.